ഓക്കെ, നമ്മുടെ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞപ്പോൾ അതിൽ ഫൈനലി ഒരു 51 ഫീച്ചേഴ്സാണ് ഉണ്ടായിരുന്നത്. ആ 51 ഫീച്ചേഴ്സിൽ ആ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ക്ലീൻഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് നമുക്ക് ഇൻപുട്ട് ന്യൂറോൺസിലേക്ക് പാസ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നമ്മൾ പുതിയതായിട്ട് കോളംസോ കാര്യങ്ങളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ഇത് എൻകോഡ് ചെയ്തിട്ട് വൺ ഹോട്ടാണ് ചെയ്തായിരുന്നത്. സോ അതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് 51 കോളംസ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൽ 01 പ്രസൻ്റ് ആയതിന് 1 കൊടുക്കും, ബാക്കിയുള്ളതിന് 0 കൊടുക്കും. അതിൻ്റെ ഓരോ ടൈപ്പിൽ ജോബ് എന്നുള്ളതിൽ മാനേജ്മെൻറ്റ്, സ്റ്റുഡൻറ്റ്, ടെക്നീഷ്യൻ സർവീസസ് അങ്ങനെ ഉണ്ടെങ്കിൽ ജോബ് _ മാനേജ്മെൻറ്റ് അങ്ങനെ സെപ്പറേറ്റ് കോളംസ് വരും. സോ അതിനെയാണ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ട് 16 എന്നുള്ളതിന് 51 ചേഞ്ച് ചെയ്തത്. നമ്മളൊരു കോളം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി 17 ആയിരുന്നു. ഒരു കോളം ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു 1 നോട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് 51 ആയി. So one categorical feature becomes multiple binary features. After encoding all categorical variables, the total number of input features increases. So encoding കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതായിരിക്കും ഒരു ഔട്ട്കം. So how many neurons should the input layer have? So നമുക്ക് ഇങ്ങനെ പ്രീ പ്രോസസ്സിംഗ് ഒന്നും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഉണ്ടായിരുന്ന ഒരു 16 ഫീച്ചേഴ്സും നമ്മൾ ഡ്രോപ്പ് ചെയ്ത് കൂട്ടിയിട്ട് 16 ഫീച്ചേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ 2 ഡ്രോപ്പ് ചെയ്തായിരുന്നു, അപ്പോൾ 15 ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ 16 ഫീച്ചേഴ്സ് ഡയറക്റ്റ്ലി അങ്ങനെ വരുന്ന കേസിൽ യൂസ് ചെയ്യാം. അല്ല പ്രീ പ്രോസസ്സിങ്ങിൽ ഇങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്ലീൻ ചെയ്തായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു 51 യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നെറ്റ്വർക്ക് നമ്മൾ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. സോ ആ ഇൻപുട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ 51 യൂസ് ചെയ്യണം. ക്ലിയർ ആയോ? അതാണ് ഒരു സ്പെഷ്യൽ കേസ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 16 ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ക്ലീൻഡ് ആണെന്നുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യും. സോ ഒറിജിനൽ ഫീച്ചേഴ്സ് 1 ഹോട്ട് എൻകോഡിങ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 51 പ്രോസസ്ഡ് ഫീച്ചേഴ്സ് ഇൻപുട്ട് ലെയർ വരേണ്ടത് 51 ഇൻപുട്ട് ന്യൂറോൺസ്. ഓക്കെ, സോ ഇനി നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ പ്രീ പ്രോസസ്സിങ് കഴിഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ പ്രഡിക്ഷൻ്റെ മുന്നേ ഇതിൽ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇൻപുട്ടുണ്ട്, ഔട്ട്പുട്ടുണ്ട്, അതിൻ്റെ ഇടയിൽ ഹിഡൻ ലെയേഴ്സും ഉണ്ട്. സോ ഈ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു രീതിയിലായിരിക്കും. ആദ്യം ഇൻപുട്ട്സ്, പിന്നെ ഹിഡൻ ലെയേഴ്സ്, പിന്നെ ഔട്ട്പുട്ട്സ്. ഈ രീതിയിലാണ്. സോ ഈ കൗണ്ട്സ് ആണ് എന്താണ് ഡാറ്റ, എങ്ങനെയാണ് അത് പാസ് ചെയ്യേണ്ടത്, അതിനൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ഹിഡൻ ലെയേഴ്സിലുള്ളതും ഇൻപുട്ട് ലെയേഴ്സിലുള്ളതും ഔട്ട്പുട്ട് ലെയറും ഒക്കെ വരുന്നത്. ഇതിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും എന്നുള്ളത്, ഇൻപുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പ്രീ പ്രോസസ്സിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് ഈ ഒരു രീതിയിൽ വരുള്ളൂ. ഔട്ട്പുട്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതിനനുസരിച്ചിട്ടാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു ഹിഡൻ ലെയേഴ്സ് ഇല്ലേ, അവിടെയാണ് ലേണിംഗ് വരുന്നത്. ആ ലേണിംഗ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു 32 ന്യൂറോൺസിനോ 16 ന്യൂറോൺസിനോ അല്ലെങ്കിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താണ് ഈ റെയിലും ആയിരിക്കും ഓൾമോസ്റ്റ് ഡീഫോൾട്ടായിട്ട് അവിടെ സെറ്റ് ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു റേഞ്ചാണ് ആ ഒരു 0 to ഇൻഫിനിറ്റി വരെ വരുന്നത്. ഇപ്പോൾ മൈനസ് വരികയാണെന്നുണ്ടെങ്കിലും അതിനെ 0യിലേക്ക് ചേഞ്ച് ചെയ്ത് വരും. ആൻഡ് ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഓൾറെഡി വാല്യൂ ഉള്ളത് വാല്യൂ ആയിട്ട് തന്നെ പാസ് ചെയ്യും. അതുകൊണ്ടാണ് ഡീഫോൾട്ട് വാല്യൂസ് റെലു എന്ന് പറഞ്ഞിട്ട് അവിടെ പാസ് ചെയ്യുന്നത്, റെലു പറഞ്ഞിട്ടുള്ള ടൈപ്പ്. ഇനി ഇൻ കേസ് അങ്ങനെ സെപ്പറേറ്റ് വരണമെന്നുണ്ടെങ്കിൽ 0 വരാൻ പാടില്ല, അങ്ങനത്തെ കേസാണെന്നുണ്ടെങ്കിലാണ് ലീക്കി റെലു ഒക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഇൻപുട്ട് ലെയേഴ്സ് മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് ലെയറും നമുക്ക് ഓൾറെഡി ഉള്ള ആ ഒരു ഔട്ട്പുട്ടിനനുസരിച്ചിട്ടാണ് സെറ്റ് ചെയ്യുക. ഇതിൽ സ്പെഷ്യൽ കേസും കാര്യങ്ങളൊന്നുമില്ല. ഔട്ട്പുട്ട് എന്താണ് വരുന്നത്, ഇപ്പോൾ മൾട്ടി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ് മാക്സ് യൂസ് ചെയ്യും. ഇവിടെ സിഗ്മോയിഡ് യൂസ് ചെയ്യുന്നത് എന്താ, 0യോ 1 ആ ഒരു ടൈപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ വരേണ്ടത് അതിനനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുക. സോ ഇൻ ബിറ്റ്വീൻ വരുന്ന ഈ ഹിഡൻ ലെയേഴ്സിൽ മാത്രമാണ് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. ഓക്കെ, സോ ഇത് 51 ന്യൂറോൺസ് സെറ്റ് ചെയ്യണതിൻ്റെ ഇപ്പോൾ പറഞ്ഞത്. ദെൻ എന്തുകൊണ്ട് 2 ഹിഡൻ ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ട്, നേരത്തെ നമ്മൾ 3-4 യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു 2 ഹിഡൻ ലെയേഴ്സ് ഈ ഒരു ഡാറ്റയ്ക്ക് യൂസ് ചെയ്യുന്നത്? വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മിസ്കൺസെപ്ഷൻ ഇൻ ഡീപ്പ് ലേണിംഗ് ഈസ്, അതായത് നമുക്ക് കൂടുതൽ ഹിഡൻ ലെയേഴ്സ് ഉണ്ടെങ്കിൽ കോംപ്ലക്സിറ്റി കൂടുമെങ്കിലും ബെറ്റർ പ്രഡിക്ഷൻ കിട്ടില്ല എന്ന് ആലോചിക്കാം.
പക്ഷേ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്തോറും ആ പാരാമീറ്റേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ന്യൂറോൺസ് ഓരോന്ന് ഇൻക്രീസ് ആവുന്നവരും ഇപ്പോൾ ഒരു ന്യൂറോൺ ഒരു പാർട്ടിൽ വർക്ക് ചെയ്യുകയെന്നുണ്ടെങ്കിൽ ആ ലെയറിൽ ഒരു 32 ന്യൂറോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കോമ്പിനേഷൻസ് വരുന്നുണ്ട്. ആ കോമ്പിനേഷൻസ് വരുമ്പോൾ ഓരോ ലെയർ കൂടുന്തോറും മൾട്ടിപ്ലൈ ആണ് അത് ചെയ്യുന്നത്, പ്ലസ് അല്ല മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും കോമ്പിനേഷൻസ് ഇൻക്രീസ് ആകുമ്പോൾ അത്രയും കമ്പ്യൂട്ടേഷനും വരും, കോംപ്ലക്സിറ്റിയും അത്രയും കൂടും. More hidden layers always produce better result. This is false. The correct architecture depends on the complexity of the problem. ഇപ്പോൾ നമുക്ക് ഇതിലൊരു 45,000 റോസ് സംതിങ് ഉണ്ടായിരുന്നുള്ളൂ, ഇൻപുട്ട് ഔട്ട്പുട്ട്. ദിസ് ബിഹേവ്സ് സിമിലർലി ടു ലോജിസ്റ്റിക് റിഗ്രഷൻ. ഇവിടെ ഹിഡൻ ലെയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഒരു ലോജിസ്റ്റിക് റിഗ്രഷൻ പ്രോബ്ലമാണ്. അതൊരു ലൈൻ ഫൈൻഡ് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു, രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യുന്നു, ഇൻപുട്ടും ഔട്ട്പുട്ടും മാത്രമേ വരുന്നുള്ളൂ. ഇൻ ബിറ്റ്വീൻ അത് ഹിഡൻ ലെയർ വരുമ്പോഴാണ് ഈ ഒരു ആർക്കിടെക്ചർ ന്യൂറൽ നെറ്റ്വർക്കായിട്ട് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇറ്റ്സ് സ്യൂട്ടബിൾ ഓൺലി ഫോർ വെരി സിമ്പിൾ റിലേഷൻഷിപ്സ്, ലോജിസ്റ്റിക് റിഗ്രഷൻ. ആൻഡ് രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹിഡൻ ലെയർ ഇൻക്ലൂഡ്. ദിസ് ക്യാൻ ലേൺ നോൺ ലീനിയർ റിലേഷൻഷിപ്പ്. അപ്പോൾ നമുക്ക് ഒറ്റ ഒരു ലൈൻ കൊണ്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വരില്ലേ, ആ ഒരു ടൈമിലാണ് ഈ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അവിടെ യൂസ് ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുമ്പോൾ ഒരു ലൈൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, രണ്ട് ക്ലാസ്സിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. സോ ആ ഒരു ടൈമിൽ ആ ഒരു നോർമൽ സിമ്പിൾ റിലേഷൻഷിപ്പ് ഓക്കെയാണ്. പക്ഷെ കോംപ്ലക്സിറ്റി അങ്ങനെ കൂടുമ്പോൾ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കണക്ഷൻസ് ഫൈൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ആ ഒരു ഹിഡൻ ലെയർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്യൂട്ടബിൾ ഫോർ മെനി ടാബ്ലർ ഡാറ്റ സെറ്റ്സ്. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഹിഡൻ ലെയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ദിസ് ക്യാൻ ലേൺ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഫീച്ചേഴ്സ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. മൾട്ടിപ്പിൾ ലെവൽസ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇമേജിൻ്റെ കേസിൽ പറഞ്ഞില്ലേ, ഇമേജിൽ ആദ്യം എഡ്ജസ് ഡിറ്റക്ട് ചെയ്യും, പിന്നെ ഷേപ്പ് ഡിറ്റക്ട് ചെയ്യും, പിന്നെ ഫീച്ചേഴ്സ് ഡിറ്റക്ട് ചെയ്യും. ആ ഒരു രീതിയിൽ സോ ഈ എക്സ്ട്രാ ഹിഡൻ ലെയേഴ്സ് അവിടെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ലെവൽസിൽ ആ റിലേഷൻസ് അത് ചെക്ക് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു ഫൈനൽ ഔട്ട് എടുക്കുന്നത്. ഓരോ ന്യൂറോണും അതിൻ്റേതായിട്ടുള്ള ഔട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആ ഒരു ഔട്ടല്ല ഫൈനലായിട്ട് വരുന്നത്. നമുക്ക് ഇക്വേഷൻ വരികയെന്നുണ്ടെങ്കിൽ നേരത്തെ എഴുതിയ പോലെ ആ ഒരു x1 w1 പ്ലസ് x2 w2 പ്ലസ് xn അപ് ടു xn wn പ്ലസ് ബയാസാണ് അതിൻ്റെ ഔട്ട്സ് വരുന്നത്. ഈ ഔട്ട്സ് ഒക്കെ കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഫൈനലി ഈ ഒരു സിഗ്മോയിഡിൽ അല്ലെങ്കിൽ ഈ സോഫ്റ്റ് മാക്സിലൊക്കെ ആ ഒരു ഔട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ലെയർ 1 മേ ഡിസ്കവർ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഒരു ഫീച്ചർ, ഒരു കമ്പൈൻഡ് ഫീച്ചറാണത്. ഇപ്പോൾ നമ്മൾ ML യൂസ് ചെയ്യുന്ന പോലെ ജസ്റ്റ് തന്നിരിക്കുന്ന ഒരു ഫീച്ചറല്ല. ഇപ്പോൾ PCLൊക്കെ ചെയ്യില്ലേ, PCL മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് 1 അല്ലെങ്കിൽ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഒരു ഫീച്ചർ എടുക്കുന്നത്. സോ അതേപോലെ ഓരോ ന്യൂറോൺസും അതിൻ്റേതായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് ഒരു ഫീച്ചർ പോലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ വിസിബിളി കാണിക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് ഓരോ ന്യൂറോൺസും വർക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അത് റിലേഷൻഷിപ്പ് ഫോക്കസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലെയർ ഡിസ്കവർ ചെയ്യുന്നു. ലെയർ 2 മേ കമ്പൈൻ ദാറ്റ് വിത്ത് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. സോ ഈ ഫസ്റ്റത്തെ ഔട്ട് എടുത്തിട്ടാണല്ലോ രണ്ടാമത്തേക്ക് കൊടുക്കുന്നത് ഓരോ ന്യൂറോൺസ്. ടോട്ടലി ഡെൻസ് എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫുള്ളി കണക്റ്റഡിൽ. സോ ആ ഒരു ന്യൂറോണിൻ്റെ ഫൈൻഡിങ് ആണ് രണ്ടാമത്തേൽ യൂസ് ചെയ്യുന്നത്. അവിടെ നിന്നുള്ള ഫൈൻഡിങ് ആണ് മൂന്നാമത്തേൽ യൂസ് ചെയ്യുന്നത്. സോ ടു പ്രെഡിക്റ്റ് സബ്സ്ക്രിപ്ഷൻ പ്രോബബിലിറ്റി, ഇതായിരിക്കും ഔട്ട്. ഈ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ടാണ് സബ്സ്ക്രിപ്ഷൻ പ്രോബബിലിറ്റി അവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ ആണെന്നുണ്ടെങ്കിൽ CNN
ഇപ്പോൾ ക്യാറ്റും ഡോഗാണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടതെന്ന് വെക്കുക. സോ ഫസ്റ്റത്തേൽ ഇൻപുട്സ് കൊടുക്കുന്നു. അപ്പോൾ ഫസ്റ്റത്തെ ഹിഡൻ ലെയറിൽ ഇത് H1 എന്ന് പറഞ്ഞിട്ടുള്ളത്, ഹിഡൻ ലെയർ 1, ഹിഡൻ ലെയർ 2 ആൻഡ് H3 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തേൽ എന്താ ഫൈൻഡ് ചെയ്യുന്നത്? അതിൻ്റെ എഡ്ജസ് ആണ്. നെക്സ്റ്റ് അതിൻ്റെ കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കൂടിയ ഷേപ്സ് ആണ് അടുത്തതിൽ ഫൈൻഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ഷൻ. സോ ഇത് മൂന്നിൻ്റെ ഔട്ട് കമ്പൈൻ ചെയ്താലല്ലേ ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുള്ളൂ, ടോട്ടൽ ഫീച്ചേഴ്സ്. ഇതൊന്നും ഇപ്പോൾ എഡ്ജസ് മിസ് ചെയ്യാണ്, ഷേപ്സും ഫീച്ചേഴ്സും മാത്രമേ ഉള്ളൂ. ആ ഡിറ്റക്ഷൻ ചിലപ്പോൾ കംപ്ലീറ്റ് ആവില്ല. സോ ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടാണ് അടുത്ത ലെയറിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് മിസ്സിങ് ആണെന്ന് വയ്ക്കുക. എഡ്ജസും ഷേപ്സും മാത്രം വെച്ചിട്ട് എന്തെങ്കിലും ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ ഇത് മൂന്നും കൂടി കമ്പൈൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഔട്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ മൾട്ടിപ്പിൾ ലെവൽസിൻ്റെ ഇത് യൂസ് ചെയ്യുന്നത്. ദിസ് ക്യാൻ ലേൺ ഇൻട്രാക്ഷൻസ് ബിറ്റ്വീൻ ഫീച്ചേഴ്സ് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. സോ ഓരോ ലെവലിലുള്ള ആ ഒരു ഫീച്ചേഴ്സും ഇതിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ലെയേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് വേറൊരു ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒരു ലെയർ ഫൈൻഡ് ചെയ്യാൻ നിൽക്കുക. ഒരു ലെയർ, ഒരു ഹിഡൻ ലെയർ ഉണ്ട്, മൾട്ടിപ്പിൾ ന്യൂറോൺസ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ എഡ്ജസും ഒരു ലെയർ, ഈ ഒരു ലെയറിൽ തന്നെ ഒരുപാട് ന്യൂറോൺസ് ആഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെ കുറേ വരും. സോ ഇതിൻ്റെ എല്ലാ വർക്ക് ലോഡ് ഇതിലോട്ട് വരും. ഓക്കെ, സ്ട്രഗിൾ ചെയ്യില്ല ഇത്. ആൻഡ് അതേപോലെ അത്രയും കോമ്പിനേഷൻസ് ഇതിൽ വരുമ്പോൾ കമ്പ്യൂട്ടേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും, ലോഡും കൂടുതലാവും. ഇപ്പോൾ നമ്മൾ ബാച്ച് പ്രോസസ്സിംഗ് ഒന്നും ഇല്ലാണ്ട് ഒരേ മെമ്മറിയിൽ എല്ലാം കൂടി ലോഡ് ചെയ്യിക്കണ പോലെ ആയിരിക്കും അത്. സിംഗിൾ ഇതിൽ എല്ലാം കൂടി ലോഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഒരു ന്യൂറോണിൽ അത് സെറ്റ് ചെയ്യുന്നത്. സോ ഇത് ആ ഒരു വർക്ക് ലോഡ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആർക്കിടെക്ചറാണ് മൾട്ടിപ്പിൾ ലെയേഴ്സ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു പ്രോബ്ലം സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെയറിന് ഇനഫാണ്. കോംപ്ലക്സിറ്റി ഉള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിൽ ആർക്കിടെക്ചർ എടുക്കുന്നത്. This hierarchical learning is one reason deep learning is powerful. And why not 5 hidden layers? എന്തുകൊണ്ട് ഒരുപാട് ഹിഡൻ ലെയേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല? സോ ഈ ഡാറ്റാ സെറ്റിലാകെ 45,000 റോസ് സംതിങ് ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ഇമേജ് നെറ്റ്. ഇമേജ് നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡിക്ഷനില്ലേ ഇമേജ് യൂസ് ചെയ്തിട്ട്, സോ അതിൻ്റെ വരുന്നൊരു ഇതാണ് എഫിഷ്യൻ നെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെക്സ്റ്റ് ക്ലാസിഫിക്കേഷന് ഓൾറെഡി പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക് എന്ന് പറയും. അതായത് ഈ പ്രോസസ്സിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ഓൾറെഡി ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഡാറ്റാ സെറ്റിനനുസരിച്ചിട്ട് ഒരു ഡാറ്റാസ് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, അത് ഫൈൻഡ് ചെയ്ത് തരും. കോഡ്സ് മാത്രം അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ടൈപ്പിൽ ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആയിരിക്കും ഈ ടൈപ്പിലുള്ള ഇമേജ് നെറ്റ്, അലക്സ നെറ്റ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള പ്രീ ട്രെയിൻഡ് നെറ്റ്വർക്ക്സ്. സോ ഇറ്റ് ഈസ് നോട്ട് എ ലാംഗ്വേജ് മോഡൽ. ലാംഗ്വേജ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫോമർ ബേസ്ഡ് ആയിട്ട്, നേരത്തെ പൈപ്പ് ലൈനിൽ യൂസ് ചെയ്ത ട്രാൻസ്ഫോമർ അല്ല, വേറൊരു ആർക്കിടെക്ചർ ഉണ്ട്, GPT-യുടെ ഒക്കെ ആർക്കിടെക്ചർ. സോ അതുമല്ല, അതുകൊണ്ട് എ വെരി ഡീപ്പ് ആർക്കിടെക്ചർ വുഡ് ഇൻക്രീസ് കമ്പ്യൂട്ടേഷൻ, ഇൻക്രീസ് പാരാമീറ്റേഴ്സ്, ഇൻക്രീസ് ഓവർഫിറ്റിംഗ് റിസ്ക്. ഭയങ്കര കോംപ്ലക്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിതിൽ 5 ലെയേഴ്സ് കൊടുത്തു നോക്കിയാൽ ഈ ഒരു പ്രോബ്ലത്തിന്. സോ എല്ലാ പ്രോബ്ലത്തിനെയും അവിടെ സ്പ്ലിറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ഓരോ പ്ലേസ് ഉണ്ടാവും, അത്രയും ന്യൂറോൺസും ഉണ്ടാവും. കാരണം ഇതിലിപ്പോൾ 2 ലെയർ എന്ന് പറയുമ്പോൾ അത് സഫിഷ്യൻ്റ് ആണ് ഈ ഒരു നെറ്റിന്. പക്ഷെ കൂടുതൽ കൊടുക്കുമ്പോൾ ഇപ്പം എനിക്ക് ഓരോ ഫീച്ചേഴ്സിനും 1000 ഫീച്ചേഴ്സ് ഉണ്ടെന്ന് വയ്ക്കാം. 1000 ഫീച്ചേഴ്സിന് 2 ലെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഒരു 4-5 ലെയർ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത്രയും ന്യൂറോൺസിന് വർക്ക് ലോഡ് കുറവാണ്, പക്ഷെ കമ്പ്യൂട്ടേഷൻ അത്രയും വരും. ഓരോ ന്യൂറോൺസിനെയും ഓരോ ഫീച്ചേഴ്സിനെ ശ്രദ്ധിക്കാൻ പറ്റും, അപ്പോൾ നോയ്സ് കൂടും. അതാണ് ഓവർഫിറ്റിംഗ് റിസ്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ക്ലിയർ ആണോ? മൾട്ടിപ്പിൾ ലെവൽസ് ഇതിപ്പോൾ ജസ്റ്റ് വരച്ചു ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 51 എണ്ണം ഉണ്ടായിരുന്നു. ഇല്ല, 51 എണ്ണം 36 എണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓരോ ന്യൂറോണും ഡെൻസിൽ ഓരോ ന്യൂറോണും അടുത്തതിലുള്ള ഓരോന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. കാരണം ഇൻഫർമേഷൻ എല്ലാത്തിലും പാസ് ചെയ്യണമല്ലോ, വെയിറ്റ്സ്.
ഫസ്റ്റ് ലെയറിലുള്ള ഒന്നാമത്തത്, സെക്കൻഡ് ലെയറിലുള്ള എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ആ വെയിറ്റ് പാസ് ചെയ്യുന്നത് ബാക്ക് പ്രൊപ്പഗേഷനൊക്കെ വരികയെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാണ് ഈ ഒരു എറർ വന്നിക്കണമെന്ന് അതിന് മനസ്സിലാവും. അല്ല, അത് ഞാൻ വെറുതെ ഇവിടെ നിന്ന് വരച്ചിട്ടില്ലല്ലോ, ജസ്റ്റ് കാണിച്ചു. കാരണം എല്ലാത്തിലും രണ്ടെണ്ണം ആവാൻ പാടില്ല, കാരണം ആ കോംപ്ലക്സിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് വരച്ചു വിട്ടു എന്നുള്ളൂ, കുഴപ്പമില്ല, നോക്കണം. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഇഷ്യൂസ്. ഇൻക്രീസ് കമ്പ്യൂട്ടേഷൻ കൂടും, ഇൻക്രീസ് പാരാമീറ്റേഴ്സ്. ഓരോ ലെയറിലും പാരാമീറ്റേഴ്സ് വരുമ്പോൾ ഇപ്പോൾ ഓരോ ന്യൂറോണും ഓരോ ഫീച്ചറിനെ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ അത്ര നോയ്സ് അവിടെ കയറുകയാണ്. അതിനെ ലേൺ ചെയ്യിക്കാൻ കുറേ ന്യൂറോൺസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് അത്രയും കോമ്പിനേഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വരുന്നത് ആ സമ്മൊക്കെ. അത്രയും കോമ്പിനേഷൻസ് വരുമ്പോൾ സിസ്റ്റം ടോട്ടലി എക്സ്പെൻസീവ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ കോംപ്ലക്സിറ്റിക്ക് ഉള്ളത് അനുസരിച്ച് ചെയ്താൽ മതി. ആൻഡ് പ്രൊവൈഡ് ലിറ്റിൽ ഇമ്പ്രൂവ്മെൻറ്റ്. അതിൻ്റെ അത് യൂസ് ചെയ്തിട്ടും അത്രയും ഹെവി യൂസേജ് ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു കോംപ്ലക്സിറ്റി ഇനഫ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ലെയേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഓക്കെ. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു 32 ന്യൂറോൺസ് ഫസ്റ്റ് ഹിഡൻ ലെയറിൽ യൂസ് ചെയ്യുന്നതെന്നുള്ളത്? വൈ എക്സാക്ട്ലി 32? ദർ ഇസ് നോ മാത്തമാറ്റിക്കൽ ഫോർമുല ദാറ്റ് സേസ് 32 ഈസ് ഓൾവേസ് കറക്റ്റ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് 51 ഫീച്ചേഴ്സ് ഉണ്ട്. 51 ഫീച്ചേഴ്സിൽ നമ്മൾ 5 ന്യൂറോൺസേ കൊടുക്കുള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ് നേരത്തെ പറഞ്ഞത്. അതിൽ അങ്ങനെ സ്പെസിഫിക് ഫോർമുലയും കാര്യങ്ങളൊന്നുമില്ല ഇത്ര എണ്ണം ചൂസ് ചെയ്യണം എന്നുള്ളത്. ഒരു കോമൺ സെൻസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. 51 എണ്ണത്തിന് ഞാൻ 5 ന്യൂറോൺസ് കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു ലോഡിൻ്റെ കേസ് പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ നേരെ തിരിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഈ എല്ലാ ലേണിങ്ങും കൊടുത്തിട്ട് ഒരു ലെയറിന് കൊടുക്കുന്നു, അതിൻ്റെ ഹെവി വർക്ക് ലോഡ് വരും. അതേസമയം ആ 51 എണ്ണം എടുത്തിട്ട് ഞാൻ 5 എണ്ണത്തിന് കൊടുക്കുന്നു. അപ്പോൾ എന്താ ഉണ്ടാവുക? കുറേ ഇൻഫർമേഷൻ ആകെ 5 എണ്ണേ ഉള്ളൂ. സോ അതിനാണ് ആ ഒരു ലോഡ് വരുന്നത്. ഇവിടെ പറഞ്ഞ പോലെ ഈ ഒറ്റ ലെയർ ടോട്ടലി ഹാൻഡിൽ ചെയ്യുന്ന പോലത്തെ ഒരു കോംപ്ലക്സിറ്റി ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യാം. 5 എണ്ണം, ഇപ്പോൾ 500 ആൾക്കാരുണ്ട്. 500 ആൾക്കാരെ മോണിറ്റർ ചെയ്യാൻ ഒരു 10 പോലീസുകാരേ ഉള്ളൂ. ഈ 10 പോലീസുകാരെയും കൊണ്ട് ചിലപ്പോൾ അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് അനുസരിച്ച് അവിടെ ഒരു നമ്പർ ഉണ്ടാവണം. ഓക്കെ. ആ ഒരു ലോജിക്കിലാണ് ഇതിൽ ന്യൂറോൺസ് സെലക്ട് ചെയ്യുക. അപ്പോൾ 51 ഫീച്ചേഴ്സ് വെച്ചിട്ട് 5 ന്യൂറോൺസ് കമ്പയർ ചെയ്യുമ്പോൾ ടു മച്ച് ഇൻഫർമേഷൻ ഈസ് കംപ്രസ്ഡ് ആൻഡ് ദ നെറ്റ്വർക്ക് മേ നോട്ട് ഹാവ് ഇനഫ് കപ്പാസിറ്റി. ഇത്രയും ഇൻഫർമേഷൻ പാസ് ചെയ്യണം. 51 ഫീച്ചേഴ്സിലെ ഇൻഫർമേഷൻ 5 ന്യൂറോൺസ് കൂടെ പാസ് ചെയ്യണം. ചെയ്യാൻ പറ്റുമായിരിക്കാം, പക്ഷെ ലോഡ് കൂടുതലാണ്. സോ ദിസ് ലീഡ്സ് ടു അണ്ടർ ഫിറ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇനഫ് ആൾക്കാരില്ല എന്നുള്ളത്. സോ ദിസ് ലീഡ്സ് ടു അണ്ടർ ഫിറ്റിംഗ്. ആൻഡ് എന്തുകൊണ്ട് 500 ന്യൂറോൺസ് യൂസ് ചെയ്തുകൂടാന്ന്? ആൻഡ് നൗ ദ നെറ്റ്വർക്ക് ഹാസ് ഇനോമസ് കപ്പാസിറ്റി. പ്രോബ്ലംസ് ഇൻക്ലൂഡ് മോർ പാരാമീറ്റേഴ്സ്. സോ ഈ ഇൻഫർമേഷൻ എല്ലാം കൂടി ഓരോ ഇതാണ് നേരത്തെ പറഞ്ഞ ആ ഒരു 500 ഫീച്ചേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പോയിന്റിനെ വാച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൽ നോയ്സ് ക്രിയേറ്റ് ഓർത്തേക്കല്ലേ നമുക്ക് ഉറക്കം വരുന്ന അല്ലേ? കഴിച്ചിട്ട് വന്നു. വെറുതെ പറഞ്ഞൂടാ, ക്ലിയർ ആയിട്ടില്ലേ ചോദിച്ചാൽ മതി. കോഡ് എടുക്കാം, ഡൗട്ട് വരണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ കോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ലേ? എടാ ഇതാണ് കോഡ്. അതിൻ്റെ ആ ഒരു 2 ലെയർ ഓഫ് കോഡേ ഉള്ളൂ. എവിടെ അത്? ഇതാണ് കോഡ്. പക്ഷെ ഇവിടെ 32 വെറുതെ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്താ പറയുക? ഓക്കെ, ഈ ഒരു 2 സെക്ഷനില്ലേ, ഇതും ഇതിൻ്റെ കഴിഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്, അത് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ കുറച്ച് ഇങ്ങനത്തെ കണക്ട് ചെയ്ത നെറ്റ്വർക്ക് ഇപ്പൊ പറഞ്ഞത് എത്ര എണ്ണം യൂസ് ചെയ്യണ്ടെന്നുള്ളത് അതിന്റെ റീസൺ ആണ് ഇപ്പൊ പറഞ്ഞത്. അതായത് എടാ ഇപ്പൊ 51 എണ്ണത്തിന് 5 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
ആൻഡ് 500 എണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓവറാണ്. അപ്പോൾ ഏകദേശം അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലോഡിലുള്ള ആൾക്കാരെ കൊടുക്കണം. 51 പറഞ്ഞിട്ട് കൊടുക്കില്ല. കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് സിസ്റ്റത്തിൽ കമ്പ്യൂട്ടേഷന് വേണ്ടി 2ൻ്റെ സ്ക്വയറാണ് കൊടുക്കുക. നമുക്ക് 2 സ്ക്വയർ കുറേ സ്ഥലത്ത് യൂസ് ചെയ്യണുണ്ടോ. അപ്പോൾ 8, 60, 32. അപ്പോൾ 32 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വരുന്നത് 64 ആണ്. അപ്പോൾ 64 കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ, അത്ര ആവശ്യമില്ല. അതാണ് പറഞ്ഞത്. അത് ലോജിക്കലിയാണ് അത് ചൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് അതിന് സ്പെസിഫിക് റൂൾസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഈ എക്സ്പ്ലനേഷൻസ് വേണ്ടി വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ML പോലെ യൂസ് ചെയ്താൽ മതി. അതായത് രണ്ടാമത്തെ ലെയറിൽ 32 ആണ്. ഇപ്പം ഇതിൽ 16 കൊടുത്തിട്ടുള്ളൂ. അത് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരും. ഇപ്പം നമുക്ക് അത്രയും ലോഡ് രണ്ടാമത്തേൽ വേണ്ടി വരില്ല. അതായത് ഈ ഔട്ട് ക്ലിയർ ചെയ്യുന്നത് ഫസ്റ്റത്തെ ലെയർ എന്നുള്ള ഔട്ടാണ് രണ്ടാമത്തേൽ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു അങ്ങനത്തെ ഒരു കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഒരു കംപ്രസ്ഡ് ഫോർമാറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാത്തിലും കംപ്രസ്ഡ് ഫോർമാറ്റാണ് യൂസ് ചെയ്യുക. പിന്നെ ഹെവി ആയിട്ടുള്ള പ്രോസസ് ഇല്ലേ, അതിൽ ചിലപ്പോൾ ഡിഫറൻസ് വരാം. ഇതിലിപ്പോൾ 16 കൊടുത്തിട്ടുള്ളൂ. കാരണം അത്രയും ഇത് വരില്ല. ആദ്യത്തേൽ ഇതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും കാര്യമൊക്കെ ആയിട്ടാണ് ആ ഒരു 32 കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റത്തേൽ യൂണിറ്റ്സ് 1 കൊടുക്കുന്നുള്ളൂ. യൂണിറ്റ്സ് എന്ന് പറഞ്ഞാലാണ് ആ ന്യൂറോൺസ്. അല്ല, ഔട്ട് മൂന്നാമത്തെ ഇതിലാണ് കൊടുക്കുന്നത്. ഔട്ടാണ് ആ 1, ഒരു ന്യൂറോണേ ഉള്ളൂ. ഇപ്പോൾ 2 ബൈനറി ആണെന്നുണ്ടെങ്കിൽ 2 കൊടുക്കും. സോ ഇത് ചേഞ്ച് ആവില്ല. ആ ഫസ്റ്റത്തെ ഇൻപുട്ട് ലെയറും ചേഞ്ച് ആവില്ല, ലാസ്റ്റത്തെ ലെയറും ഈ ന്യൂറോൺസിനനുസരിച്ച് ചേഞ്ച് ആവില്ല. ഔട്ട് നമുക്കിപ്പോൾ ബൈനറി ആണെന്നുണ്ടെങ്കിൽ 2 കൊടുത്തേ പറ്റുള്ളൂ. 1 ആണ് വരണമെങ്കിൽ 1 കൊടുത്തേ പറ്റുള്ളൂ. സോ അത് കോൺസ്റ്റൻ്റ് ആണ്. അത് ഔട്ട്പുട്ടിനെ അനുസരിച്ചിട്ടാണ് വരിക. ഓക്കെ. പക്ഷെ അതിലുള്ള കൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിൽ എടുക്കുക. അതിനൊരു താങ്ങാൻ പറ്റുന്ന ലോഡ് കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതൊന്നുമില്ല. പിന്നെ നമ്മൾ ട്യൂണിങ് ചെയ്തിട്ട് ഏതാണ് വാല്യൂ വരുന്നത് പറഞ്ഞിട്ട് നോക്കലുണ്ട്. നമ്മൾ പാരാമീറ്ററിൽ എന്താ ചെയ്ത് തരുന്നത്, പല ഇത് കൊടുത്തിട്ട്. അപ്പോൾ ഇതിൽ 32 ന്യൂറോൺസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വർക്കാവുക, 64 ന്യൂറോൺസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് വർക്കാവുക. കോമീറ്റർ റേഞ്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഈ 30 to 64, 60 അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുക. സോ അതിൽ ഏതാണോ ബെറ്റർ ആയിട്ട് തരുന്നത് അതെടുത്ത് വരും. ഓക്കെ. അവിടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റേഴ്സ്, നമ്പർ ട്രീസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. ഇവിടെ പറയുമ്പോൾ യൂണിറ്റ്സ്, ആക്ടിവേഷൻ അങ്ങനെ. ഇതിൽ മറ്റേ ലോസ് ഫങ്ഷൻ ഇല്ലേ, അത് കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ അതിനനുസരിച്ച്. പിന്നെ ഒരു ഏർലി സ്റ്റോപ്പിംഗ് എന്ന് പറഞ്ഞില്ലേ, അത് ആക്ച്വലി ഒരു 5 ലെവൽസ് ഒരുപാട് ഡിഫറൻസ് ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബേസ് ഇൻഫർമേഷൻ കൈൻഡ് ഓഫ് ട്രൂ എന്ന് പറഞ്ഞിട്ട് സെറ്റ് ചെയ്തിട്ട് ആ ഇൻക്രീസ് ആവാത്ത 5 എണ്ണത്തിൻ്റെ മുന്നേ ഉള്ള ഒരു വാല്യൂ മാത്രം ചൂസ് ചെയ്യും. ഇപ്പോൾ ഒരെണ്ണത്തിൽ 28 വരുന്നുണ്ട്, ഒരെണ്ണത്തിൽ 29 വരുന്നുണ്ട്, ഒരെണ്ണത്തിൽ 29, 28, 27 ചെറിയ രീതിയിലേ മാറ്റം ഉണ്ട് നോക്കിയാൽ. ലോസ് ഇപ്പോൾ ആദ്യത്തേൽ 51 വന്നു, രണ്ടാമത്തെ ലോസ് 36 വന്നു. പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ അത് 17, 16, 15 അങ്ങനെ ആകുമ്പോൾ അത് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ 17 വരുന്ന ലെവൽ വെച്ചിട്ട് 5 ഇൻക്രീസ് ആവണില്ല എന്നുണ്ടെങ്കിൽ ആ 17 വരുന്ന ലെവൽ വെച്ചിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, ഏർലി സ്റ്റോപ്പിങ് ചെയ്യാം. അതെടുക്കുക. അങ്ങനെ അത് ഈ ന്യൂറോൺസും ഇതൊക്കെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യും. പിന്നെ ഈ കേർണൽ ഇനീഷ്യലൈസർ എന്ന് പറയുന്നില്ലേ, അതാണ് നേരത്തെ പറഞ്ഞത്. ആ വെയിറ്റ് ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നില്ലേ, റാൻഡംലി കൊടുക്കുന്ന പറഞ്ഞില്ലേ. ആദ്യം ഇൻപുട്ടിന് വെയിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതാണ് ഈ ഒരു കേർണൽ ഇനീഷ്യലൈസർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ റെലുവിൻ്റെ കൂടെ ഈ ഒരു HE എന്ന് പറഞ്ഞിട്ടുള്ള നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ ഇമേജസിൻ്റെ വരുമ്പോൾ SGD പ്ലസ് മൊമെൻറ്റം
കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും ഇതിനെക്കാട്ടിലും. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മിൻമാക്സ് സ്കെയിലിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എടുക്കില്ലേ, മിൻമാക്സ് എടുക്കണോ സ്റ്റാൻഡേർഡ് എടുക്കണം, അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എടുക്കണം. ഈ ഒരു 2 ലെയർ മാത്രമാണ് അങ്ങനെ കുറച്ച് കോംപ്ലക്സിറ്റി ഉള്ളത്. ലെയർ മീൻസ് ഇത്രയുള്ള കോഡില്ലേ അത് മാത്രം. അപ്ലൈ മീൻസ് അതിൽ ഞാൻ ചെയ്തിട്ടില്ല, വേറെ ഉണ്ടോ നോക്കട്ടെ, വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ആ ഒരു പാർട്ട് മാത്രം എന്തോ ചെയ്യാനുള്ളൂ. വാല്യൂസിനനുസരിച്ചിട്ട് അതങ്ങനെയില്ല. വാല്യൂസ് ഇപ്പോൾ SGD സിഗ്മോയിഡ് ആണെന്നുണ്ടെങ്കിൽ 0 1 മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അത് ഇടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ വാല്യൂസ് 0 ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇടയിലുള്ള ന്യൂറോൺസിൽ ഇൻഫർമേഷനാണല്ലോ പാസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഡീഫോൾട്ട് റെയിൽവേ എന്ന് പറഞ്ഞത് റെയിൽവേയിൽ മൈനസ് വന്നാലും 0 വന്നാലും 0 ആയിട്ട് തന്നെയാണ് എടുക്കുക. പോസിറ്റീവ് വാല്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് തന്നെയാണ് പാസ് ചെയ്യുക. അപ്പോൾ ആ വാല്യൂസ് കറക്റ്റ് പാസ് ചെയ്യണമെന്ന് റെയിൽവേ തന്നെ അവിടെ വേണം. അപ്പം അതിൻ്റെ കഴിഞ്ഞിട്ട് നമുക്ക് ബൈനറി മാത്രമാണ് വരുന്നത്, 0 1 മാത്രമാണ് വരുന്നത്. അപ്പോൾ സിഗ്മോയിഡ് യൂസ് ചെയ്യാം. സോ വാല്യൂസിനനുസരിച്ചിട്ടാണ് ചൂസ് ചെയ്യുക ഓരോ ലെയറിലും ആക്ടിവേഷൻ ഫംഗ്ഷൻസ്. ഇൻ കേസ് ആക്ടിവേഷൻ ഫംഗ്ഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വാല്യൂസ് ഇങ്ങനെ ലീനിയറായിട്ട് പാസ് ചെയ്യുന്ന മാത്രമേ ഉണ്ടാവുള്ളൂ. RNN റെക്കറൻറ്റ് ന്യൂറൽ നെറ്റ്വർക്ക്സ് വാനിഷിംഗ് ഗ്രേഡിയൻസാണ്, അത് 0 ആയി പോകുന്നത്. അതാണ് ഈ ഇഷ്യൂ. ഇതിൻ്റെ വെയിറ്റ് 0 ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് മൂവ് ചെയ്യിക്കില്ലല്ലോ. ഇതിങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം, ഇത് ഈ രീതിയിലും ക്രിയേറ്റ് ചെയ്യാം. അന്ന് കാണിച്ചു തന്നില്ലേ, ഇതേപോലെയും ക്രിയേറ്റ് ചെയ്യാം, മറ്റേപോലെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫൈൻ എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ നെറ്റ് സിമ്പിൾ തന്നെ, ഇൻപുട്ട് ലെയർ 2 ന്യൂറോൺസ്, 2 ന്യൂറോൺസ് ഇൻ ഹിഡൻ ലെയർ, 4 ന്യൂറോൺസ് ആണ് ഒരു ലെയർ. പിന്നെ ഫോർവേഡ് പാസ് ആയതുകൊണ്ട് ഈ ഒരു രീതിയിൽ പാസ് ചെയ്യും. F.ReLU എന്ന് പറഞ്ഞിട്ട് ആക്ടിവേഷൻ ഫംഗ്ഷൻ ഓൾറെഡി കോൾ ചെയ്തിട്ട് ഫുള്ളി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് X പാസ് ചെയ്തു. ഓരോന്ന് ലോജിക്ക് അനുസരിച്ചിട്ട് അങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. ReLU ആക്ടിവേഷൻ ഫോർ ഹിഡൻ ലെയർ ആൻഡ് സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫോർ ഔട്ട്പുട്ട്. ഫോർവേഡ് പാസ്സാണ്, അപ്പോൾ ലെയേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് അങ്ങനെ എടുക്കണമെന്നുള്ളൂ. ഇതിലാകെ 3 ലെയർ എന്തുള്ളൂ, ഒരു ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ. ഇതിൽ എത്ര ന്യൂറോൺസ് വരുന്നുണ്ടെന്ന് ആദ്യത്തെ സെക്ഷനിൽ സ്പെസിഫൈ ചെയ്തത്. ആൻഡ് ഫോർവേഡ് പാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നിക്കില്ലേ, ഡാറ്റ ഫ്ലോ, അതിന് വേണ്ടിയിട്ടൊരു ഫോർവേഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് കമ്പൈൻ ചെയ്തിട്ടാണ് മോഡൽ സിമ്പിൾ എന്ന് പറഞ്ഞത്. ഡാറ്റ ഫ്ലോ ഇല്ലാണ്ട് ന്യൂറോൺസ് ഈ അറ്റത്തുനിന്ന് അറ്റത്തെത്തണ്ടേ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 0 ഇനിഷ്യലൈസേഷൻ അവിടെ കൊടുക്കുമ്പോൾ എന്താണ് ചേഞ്ച് വരുന്നത് എന്നുള്ളത്. ഔട്ട്പുട്ട് ലീനിയർ ഇൻപുട്ട് ഫീച്ചേഴ്സ് 2, ഔട്ട്പുട്ട് ഫീച്ചേഴ്സ് 4, ബയാസ് ട്രൂ എന്ന് പറഞ്ഞ സെറ്റ്, റാൻഡം ഇനിഷ്യലൈസേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, സേവിയർ ആൻഡ് ഗെയിമിംഗ് ഇനിഷ്യലൈസേഷൻ. ഇത് റെലുവിൻ്റെ കൂടെ ബെറ്ററാണ്. ആൻഡ് ഫോർ മോഡൽ ഡോട്ട് പാരാമീറ്റേഴ്സ്, പാരാമീറ്റർ ഡാറ്റ. ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെറ്റ് ചെയ്യണം. ഇല്ല, ഇത് ഫോർവേഡ് പാസ് മാത്രം. ഇത് ജസ്റ്റ് ആ ഇനിഷ്യലൈസേഷൻ്റെ ഡിഫറൻസസ് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തോന്നാണ്. ബാക്ക്വേർഡ് ചിലതിൽ ചെക്ക് ചെയ്യില്ല, ഫോർവേഡ് മാത്രമുണ്ട്. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ആ, പ്രിൻ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം എങ്ങനെയാണ് ചേഞ്ചസ് വരണമെന്നുള്ളത്. നോക്കട്ടെ, ഇനിഷ്യലൈസേഷൻ
ANN-ൻ്റെ കുറവാണ്, മറ്റേ RNN-ൻ്റെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ. കാണിച്ചാൽ ഇല്ല. അതിൽ ഞാൻ ലോസിൻ്റെ മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ, എന്നിട്ടൊരു സ്റ്റെപ്പ് വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. ഇതിലുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. ലോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രോപ്പ് ആവണില്ല, ഇമ്പ്രൂവ് ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ മാത്രമേ. വെയ്റ്റ്സ് റാൻഡംലി തന്നെയാണ് എപ്പോഴും ചൂസ് ചെയ്യുക. പക്ഷേ നമുക്ക് ഡയറക്ഷൻസ് അറിയാമല്ലോ, കറക്റ്റ് ചെയ്യേണ്ട ഡയറക്ഷൻസ്. അപ്പോൾ അതിലോട്ട് ഈ വെയ്റ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ 68 എന്നുള്ളത് 81 ആവുന്നത്, പിന്നെ 98 ആവുന്നത്, അങ്ങനെയൊക്കെ. സോ ആ ഒരു ഡയറക്ഷൻസ് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തന്നെ ഇടുക എന്നുണ്ടെങ്കിൽ 68 എന്നുള്ളത് 50 സംതിങ്ങിലേക്ക് പോയില്ലേ. അതായത് ഇപ്പോൾ കറക്റ്റ് പ്രഡിക്ഷൻസ് അക്യുറസി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 68% അക്യുറസി കിട്ടുന്നുണ്ട് ഒരു ലേണിംഗ് കഴിഞ്ഞപ്പോൾ. ഒരു ഇതെന്ന് പറയുമ്പോൾ ആ ഒരു ഫുള്ള് ന്യൂറോൺസ് കൂടെയും ഡാറ്റ പാസ് ചെയ്യണം. പാസ് ചെയ്തിട്ട് എൻഡ് വരെയും പോകുമ്പോഴാണ് ഒരു ഔട്ട് കിട്ടുന്നത്. ഒരു ലെയറിലുള്ള ന്യൂറോൺസിലേക്ക് മൊത്തം പോകുമ്പോൾ അതിൻ്റെ സമ്മേഷനാണ് നടക്കുന്നത്. ആ സമ്മേഷൻ നടക്കുമ്പോൾ നമുക്ക് 68% അക്യുറസി കിട്ടുന്നുള്ളൂ ആദ്യത്തെ ഒരു എപ്പോച്ച് എന്ന് പറഞ്ഞാൽ ടോട്ടലി അതിൽ കൂടെ ഫ്ലോ ചെയ്യണം. ആ ഫ്ലോ ചെയ്യുമ്പോൾ 68% കിട്ടുന്നുള്ളൂ എങ്കിൽ ആ വെയ്റ്റ്സ് എങ്ങോട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അത് കുറയുന്ന ആ ഒരു രീതിയിലേക്ക്, എറർ കുറയുന്ന രീതിയിലേക്കാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡയറക്ഷനിൽ നോക്കിയിട്ട് ഈ ഇനീഷ്യലൈസേഴ്സ് അത് സെറ്റ് ചെയ്യും. ഗ്രേഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്യുമ്പോഴാണ് ഇത് ഇമ്പ്രൂവ് ആകുന്നത്. അല്ലാണ്ട് ഒറ്റ സ്റ്റെപ്പിൽ ഡയറക്റ്റ്ലി അതിന് സർട്ടൻ വാല്യൂസ് എടുക്കുക അങ്ങനെയൊന്നുമില്ല. ആദ്യം ഇത് ചിലപ്പോൾ തെറ്റായിട്ട് തന്നെയാണ് കൊടുക്കുക. ഇങ്ങനെ റൂൾസും കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ആ റാൻഡം വെയ്റ്റ്സ് ആണ് ചൂസ് ചെയ്യുന്നത്, കറക്റ്റ് വെയ്റ്റ്സ് ആവണമെന്നേ ഇല്ല. സോ അതിൽ ഏണിംഗ് റേറ്റ്, ഗ്രേഡിയൻസ്, ഈ ഒരു ഇനിഷ്യലൈസേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ്, ഒപ്റ്റിമൈസേഴ്സ് എല്ലാം കമ്പൈൻ ചെയ്തിട്ടാണ് അത് അവർ വർക്ക് നടക്കുന്നത്. എന്തുകൊണ്ട് 500 ന്യൂറോൺസ് യൂസ് ചെയ്യാനില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ സ്ലോർ ട്രെയിനിങ്ങും ആയിരിക്കും. കാരണം ഈ ന്യൂറോൺസ് എല്ലാം കൂടി ഓരോ ന്യൂറോൺസും ഈ ഡാറ്റേനെ നോക്കണം. എന്നിട്ടാണ് ഇപ്പം 36,000 ഡാറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ 36,000 ഡാറ്റേനെയും ഈ ഓരോ ന്യൂറോൺസിൽ പാസ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ ഓരോ ഔട്ട് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോഴാണ് അടുത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൂടുതൽ ഈ ഒരു ന്യൂറോൺസ് ഉണ്ടെന്ന് 500 ന്യൂറോൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 500 ന്യൂറോൺസിൽ ഇത് പാസ് ചെയ്യണം. ഓക്കെ, ഗ്രേറ്റർ മെമ്മറി യൂസേജ് വരും, ഹയർ ഓവർ ഫിറ്റിംഗ് റിസ്ക്കും വരും. ദെൻ വൈ 32 പ്രൊവൈഡ്സ് എ ഗുഡ് ബാലൻസ്, ഇനഫ് ലേണിംഗ് കപ്പാസിറ്റി അവിടെ ഉണ്ട്. 51 ആകുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ഇതാണ് വരുന്നത്. പിന്നെ കമ്പ്യൂട്ടേഷൻ എഫിഷ്യൻ്റ് ആണ്, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. ഇതാണ് ആ ഒരു 2ൻ്റെ സ്ക്വയർ. ഈസി ടു സ്കെയിൽ ലേറ്റർ ഇഫ് നെസസറി. ഇപ്പോൾ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം ട്യൂണിംഗ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, 64 കൊടുക്കുന്നില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികമാണത്. അപ്പോൾ അത്രയും കമ്പ്യൂട്ടേഷൻ കൂട്ടണ്ട, പാരാമീറ്റേഴ്സ് കൂട്ടണ്ട പറഞ്ഞിട്ടാണ് 64 എടുക്കാത്തത്. 32 കുഴപ്പമില്ലാത്തൊരു നമ്പറാണ്, അപ്പോൾ അത് കൊടുത്തു. സോ മെനി പ്രാക്ടീഷണേഴ്സ് സ്റ്റാർട്ട് വിത്ത് വാല്യൂസ് സച്ച് എസ് 60, 32, 64, 128. നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ കാണുകയെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ 64 കൊടുക്കണ്ടാവും, 64 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണ്ടാവും. റീസൺ ഇതാണ്, അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു നമ്പർ അവിടെ കൊടുക്കണം. ഇത്രേ ഉള്ളൂ. These are powers of 2 because they are computationally efficient on modern hardware. ഓക്കെ, ഇത് മാത്രമേ ഉള്ളൂ റീസൺ 2ൻ്റെ സ്ക്വയർ ചൂസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആണ്? ആൻഡ് വൈ റെഡ്യൂസ് ടു 16 neurons? Notice our architecture 51, 32, 60 and 1. Why not 51, 32, 32, 32 and 1? The goal is to gradually compress information. ആണ് പറഞ്ഞത്. ആ കംപ്രസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് തിങ്ക് ഓഫ് റൈറ്റിംഗ് എ സമ്മറി, ഒറിജിനൽ റിപ്പോർട്ട്, ഇമ്പോർട്ടൻറ്റ് ഐഡിയാസ്, കീ കൺക്ലൂഷൻസ്, ഫൈനൽ ഡിസിഷൻ. A neural network performs a similar process. Each hidden layer extracts increasingly useful representations while discarding unnecessary details. So
ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ അതിന് ഏകദേശം ഐഡിയ ഉണ്ടാവും. ആദ്യത്തേൽ മാത്രമേ ഒരു കോംപ്ലക്സിറ്റി വരുന്നുള്ളൂ. ഇതൊന്ന് ചേഞ്ച് ചെയ്യണം, അത് ഓരോന്നിലും പാസ് ചെയ്യണം. അപ്പോൾ അടുത്തതിൽ പാസ് ചെയ്യുമ്പോൾ ഈ ഹിഡൻ ലെയേഴ്സാണ് പാസ് ചെയ്യുന്നത്. സോ അതിന് ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവും. അപ്പോൾ അതാണ് കംപ്രസ്ഡ് പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഗ്രാജുവൽ റിഡക്ഷൻ ഓഫൺ ഇംപ്രൂവ്സ് ജനറലൈസേഷൻ. ഓക്കെ, ആ ഒരു കോംപ്ലക്സിറ്റി കുറച്ചിട്ട് ഇൻ ബിറ്റ്വീൻ ആ ഒരു പ്രോസസ്സിന് അത് ഓക്കെ ആയിരിക്കും. അതുകൊണ്ട് ഒരു കംപ്രസ്ഡ് ഫോം യൂസ് ചെയ്യണമെന്നുള്ളൂ. ആൻഡ് വൈ റെലു? നൗ വി ചൂസ് ആൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ. റെലു സോൾവ്സ് വാനിഷിംഗ് ഗ്രേഡിയൻസ്. 0 ഇൻഫിനിറ്റി ആണ് റേഞ്ച് വരുന്നത്. അതുകൊണ്ട് വാനിഷിംഗ് ഗ്രേഡിയൻസ് ഓൾമോസ്റ്റ് സോൾവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റാണെന്ന് പറയാൻ പറ്റില്ല. ലീക്കി റെലു അതുകൊണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് അതിൻ്റെ റേഞ്ച്. 0 അവിടെ കൂടുതൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ഡീഫോൾട്ടായിട്ട് ഈ ഒരു ഹിഡൻ ലെയേഴ്സിൽ ഈ റെലു ആണ് യൂസ് ചെയ്യുക. -ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ലീക്കി റെലുവിൽ 0യും ഇൻഫിനിറ്റി, 0 to ഇൻഫിനിറ്റി ഏത് വേണമെങ്കിലും വരാം. സോ അതിൽ മൈനസ് ആണെന്നുണ്ടെങ്കിലും 0 ആക്കി മാറ്റും. ഇപ്പോൾ -8 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ആണ് വരുന്നത്, അത് 0 ആക്കി മാറ്റും. 8 എന്ന് പറഞ്ഞിട്ട് ഒരു വാല്യൂ ആണ്, 8 തന്നെ ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, അതാണ് റെലു. അപ്പോൾ ഡീഫോൾട്ടായിട്ട് ആ ഒരു ഇതിൽ റെലു യൂസ് ചെയ്യാം, അതിന് ചേഞ്ച് ഒന്നുമില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന് ന്യൂറോൺസ് ഫയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, ഇൻഫർമേഷൻ ഫ്ലോയ്ക്ക് കപ്പാസിറ്റി ഉണ്ടാവില്ല. അതിനാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഓരോ ലെയറിലേക്ക് പാസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനൊരു പുഷിംഗ് പവർ വേണം. അപ്പോൾ ഈ ഡാറ്റ ഫ്ലോ ഇല്ലേ ഫോർവേഡ് പാസിലോ ബാക്ക്വേർഡിലൊക്കെ ഡാറ്റ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഇത് കാണിച്ചു തന്നായിരുന്നില്ലേ? ഫോർവേഡ് പാസ് റൺ ചെയ്യിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ന്യൂറോൺസ് പാസ് ചെയ്യണില്ലേ, ആ ന്യൂറോൺസ് ഓരോ ലെയറിനും പാസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു പവർ വേണം. ആ പവറാണ് ഈ ഒരു ആക്ടിവേഷൻ ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇൻപുട്ട് എന്ന് തുടങ്ങിയ അത്രയും ന്യൂറോൺസ് തന്നെയാണ് അടുത്തേലും യൂസ് ചെയ്യുന്നത്. അത് ലീനിയറായിട്ട് പോകുന്ന പോലെ ആയിരിക്കും. അതിന് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ആക്ടിവേഷൻ ഫംഗ്ഷനൊന്നും യൂസ് ചെയ്യുന്നില്ല. സെയിം ഡാറ്റ ഇവിടെ നിന്ന് ഫ്ലോ ചെയ്യുന്നു, അവിടെ നിന്ന് അടുത്തേക്ക് ഫ്ലോ ചെയ്യുന്നു, ഔട്ടിൽ ആ ഡാറ്റ തന്നെ എത്തും. ലീനിയറാണത്, മെഷീൻ ലേണിങ്ങിൽ സംഭവിക്കുന്ന പോലെ. അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് വിത്തൗട്ട് ആൻ ആക്ടിവേഷൻ ഫംഗ്ഷൻ, സപ്പോസ് എവറി ലെയർ പെർഫോംസ് ഓൺലി ഇൻപുട്ട് വെയ്റ്റഡ് സം നെക്സ്റ്റ് ലെയർ. ഇപ്പോൾ പറഞ്ഞത്, no matter how many layers we stack, the entire network is still equivalent to one linear transformation. ഫസ്റ്റ് നിന്ന് എന്താണോ തുടങ്ങിയത് അത് തന്നെയായിരിക്കും ഔട്ട് വരെയും പോവുക. ഇറ്റ് cannot learn complex patterns. ലേൺ ചെയ്ത സംഭവങ്ങൾ മാത്രമേ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ അവിടെ ലേണിംഗ് ഒന്നും നടക്കുന്നില്ല, ജസ്റ്റ് ഡാറ്റ ഫ്ലോ മാത്രമേ നടക്കുന്നുള്ളൂ. ആൻഡ് ആക്ടിവേഷൻ ഫങ്ഷൻസ് ഇൻട്രൊഡ്യൂസ് നോൺ ലീനിയാരിറ്റി, ഇൻസ്റ്റഡ് വെയ്റ്റഡ് സം ആക്ടിവേഷൻ ഫങ്ഷൻ ആൻഡ് ഔട്ട്പുട്ട്. ആക്ടിവേഷൻ ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. And now the network can learn curved and highly complex decision boundaries. So ML ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റാസ് ലേൺ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് ആ ലോജിസ്റ്റിക് റിഗ്രഷനും ന്യൂറൽ നെറ്റ്വർക്കും കമ്പയർ ചെയ്ത് പറഞ്ഞു തന്നില്ലേ. സോ ആ ഒരു കർവ്ഡ് റിലേഷൻഷിപ്പ് ഇതിൽ നന്നായിട്ടും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ വാട്ട് ഡസ് റെലു ഡു? മാത്തമാറ്റിക്കലി റെലു എക്സ് മാക്സ് 0 of x, ഇപ്പോൾ പറഞ്ഞ ഒരു -8 ആണെന്നുണ്ടെങ്കിൽ അതിനെ ഔട്ട്പുട്ട് 0 ആണ് എടുക്കുക. ആൻഡ് -2 ആണെന്നുണ്ടെങ്കിലും 0 ആണെന്നുണ്ടെങ്കിൽ 0, 4 വന്നാലും 9 വന്നാലും അതിൽ 9 ആണ് എടുക്കുന്നത്. 4ഉം 9ഉം ആണ് എടുക്കുന്നത്. ഹയർ വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 0 ആണെന്നുണ്ടെങ്കിൽ 0 ആക്കിയിട്ട് തന്നെ എടുക്കും റെലു. സോ പോസിറ്റീവ് വാല്യൂസ് റിമെയിൻ അൺചേഞ്ച്ഡ്. So ReLU has several advantages. Faster computation, it performs only one comparison. Is x greater than 0 ആണോ അല്ലയെന്ന് മാത്രമേ അവിടെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ബ്രേക്ക് ആണോ?
ഒന്ന് ഇത് വെറുതെ വായിച്ചു നോക്കിയാൽ മതി റെയിലുവിൻ്റെ കഴിയണ വരെ അത്ര ഇതില്ല. അല്ല ഇത്ര ഇല്ല ഇതുവരെ. ഇതിപ്പോൾ ഓരോ ചാറ്റിൻ്റെതാണ്. ഇതുവരെ എന്തോളും ഈ ഒരു ലെയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ആ ലെയറും സംഭവങ്ങളും ഇല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഇതില്ല. ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഇത് വരുന്നു. ഉറങ്ങില്ലേ കിട്ടോ ഇനിയിപ്പോൾ അയച്ചുതരാം. ഞാൻ വേണമെങ്കിൽ അയച്ചുതരാം. സെമിനാർ എടുക്കാൻ നല്ല ടോപ്പിക്കാണ്. ഞാൻ ഉദ്ദേശിച്ച പ്രിപ്പയർ പറയാം. മൈൻഡ് സെറ്റ് ആക്കിയിട്ട് നാളെ വരാം. അതായത് ഉച്ചയ്ക്ക് ശരിക്കണം മൈൻഡ് സെറ്റ് ആകുന്നില്ല. ക്ലാസ് ഇരിക്കാനുള്ളത് കോഫി മെഷീൻ എന്തെങ്കിലും ഉണ്ടോ? സെറ്റ് ചെയ്യാൻ പറയാനില്ലേ? ഉറക്കം വരാനൊക്കെയാണോ? എനിക്കൊന്നും ഉറക്കം വന്നില്ലേ? അല്ലെങ്കിൽ കയറിപ്പോൾ ഓർക്കുന്നില്ല. ന്യൂറൽ നെറ്റ്വർക്ക്സ് എനിക്ക് ഈ സാധനമൊക്കെ നടക്കുമ്പോൾ നല്ല ഉറക്കം വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഈ തിയറി എടുക്കൂല. ബാക്കിയുള്ളതിൽ ഞാൻ ഈ തിയറി എടുക്കൂല. ജസ്റ്റ് കോഡ് മാത്രം പറഞ്ഞോളെ. തിയറിന്റെ നാളെ മനസ്സിലാവുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാൻ പിന്നെ ചോദിക്കുമ്പോൾ അറിയില്ല, പിന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. ബാക്കിയുള്ള ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെയാണ്. ട്യൂണിങ്, ഡ്രോപ്പ് ഔട്ട് ഇല്ല. ഇനി ഞാൻ ചെയ്യണ്ട. 2 വട്ടം ഞാൻ ചെയ്തു. ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്.
പിന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതിപ്പോൾ ഒരു 16 വരെ ആയില്ലേ, 16 ന്യൂറോൺസ് യൂസ് ചെയ്യുന്നത്. റെയിലു എന്തിനാണ് അങ്ങനെ യൂസ് ചെയ്യണത് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതിൽ ആ സീക്വൻഷ്യൽ എന്തിനാണ് യൂസ് ചെയ്യണം എന്നുള്ളത്. സീക്വൻഷ്യൽ ഡെൻസ്, ഇനീഷ്യലൈസേഴ്സ് അങ്ങനെ യൂസ് ചെയ്യുന്നത്. പിന്നെ അത് ഡയറക്റ്റ് ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഡെൻസ് ലെയറിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, പാരാമീറ്റർ ടു റിവ്യൂ വാട്ട് ഈസ് കേർണൽ. എന്തുകൊണ്ട് സിഗ്മോയിഡ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ കമ്പൈലിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്, അത് സമ്മറിയൊക്കെ എടുക്കുന്നത്. ഒപ്റ്റിമൈസർ ഇത് നമ്മൾ MSc ഒക്കെ യൂസ് ചെയ്തായിരുന്നില്ലേ. ഇവിടെ MSc അല്ല യൂസ് ചെയ്യുന്നത്. ബൈനറി ആണെന്നുണ്ടെങ്കിൽ ബൈനറി ക്രോസ് എൻട്രോപ്പി എന്ന് പറയും. പിന്നെ മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഇനി വേറൊരു ടൈപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് സംഭവങ്ങൾ ഇവിടെ യൂസ് ചെയ്യും. പിന്നെ ലേണിംഗ് റേറ്റ്, അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റും ഷെഡ്യൂളേഴ്സും യൂസ് ചെയ്യും. യൂസസ് മൊമെൻറ്റം പാരാമീറ്റർ, ബൈനറി ക്രോസ് എൻട്രോപ്പി ആൻഡ് കാറ്റഗറിക്കൽ ക്രോസ് എൻട്രോപ്പി, സ്പാർസ് കാറ്റഗറിക്കൽ, പിന്നെ ഒരു മോഡൽ സമ്മറി എന്ന് പറഞ്ഞിട്ട്. സോ ഇത് പാരാമീറ്റേഴ്സ് എങ്ങനെയാണ് ഇത്ര എണ്ണം വരുന്നതെന്നുള്ളത്. ഇത് പറയുമ്പോഴേ നമ്മൾ എന്തുകൊണ്ട് കമ്പ്യൂട്ടേഷൻ അത്ര വരുന്നതെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഡെൻസിൽ നണ്ണും 32 കൊടുത്തിട്ട് പാരാമീറ്റേഴ്സ് 1664 എന്ന് പറയുന്നത്. സോ ഈ നണ്ണും 32 എന്ന് പറയുമ്പോൾ 51 ഇൻറ്റു ഐ തിങ്ക് എത്ര ലെയർ ആയിരുന്നു, 51 ന്യൂറോൺസ്, അതേ ഇൻറ്റു 32 ന്യൂറോൺസിക്ക് പാസ് ചെയ്യുന്നത്. പിന്നെ ആ ഇക്വേഷനിൽ x1 x2 xn പ്ലസ് ബയാസ് എന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഇക്വേഷനിലാണ് 1664 പാരാമീറ്റേഴ്സ് വരുന്നത്. അപ്പോൾ ആദ്യത്തേൽ 51 ഇൻറ്റു 32 ഇൻറ്റു ആണോ പ്ലസ് ആണ്, പ്ലസ് ബയാസാണ് വരുന്നത്. പ്ലസ് ബയാസ് എന്ന് പറയുമ്പോൾ 51 ബയാസ് വരും, അല്ല 32 ബയാസ് വരും. പിന്നെ അടുത്തതിൽ ഇതിൻ്റെ ഔട്ട് 32ഉം 16ഉം പിന്നെ ബയാസും, അതാണ് 528 പാരാമീറ്റേഴ്സ്. അപ്പോൾ 5 ലെയർ ഉണ്ടെങ്കിൽ ഈ 1664 എത്ര ഉണ്ടാവും? ഇപ്പോൾ 5 ലെയറിൽ 32, 16 അങ്ങനെ തന്നെ യൂസ് ചെയ്യണത്. അപ്പോൾ ഇത്രയും കോംപ്ലക്സിറ്റി പാരാമീറ്റേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് 2 ലെയറിൻ്റെയാണ്. 2 ലെയറും നണ്ണ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഡെൻസ് ലെയർ ഔട്ട്പുട്ട്. ഇതിൽ തന്നെ 1664ഉം 528 പാരാമീറ്റർ ഇത്രയും വരുന്നുണ്ട്. അപ്പോൾ അത് റൺ ചെയ്യിക്കാൻ അത്യാവശ്യം ടൈം എടുക്കും. അത് തന്നെ 5 ലെയർ ആണെന്നുണ്ടെങ്കിൽ അത്ര അധികം പാരാമീറ്റേഴ്സ് അവിടെ വരികയാണ്. ന്യൂറോൺസ് കൂടുക എന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയും കൂടും. ഇതാണ് അവിടെ മാത്സ് അങ്ങനെ ഇതാവണം. കുറേ മാത്സിലിരുന്ന സംഭവമാണ്. ടോട്ടൽ പാരാമീറ്റേഴ്സ് 2250, നോൺ ട്രെയിനബിൾ 0. മെഷീൻ ലേണിംഗ് പിന്നെയും കുഴപ്പമില്ലാത്തതാണ്. ഇത് നോക്കി അങ്ങനെ എല്ലാം കൂടി മനസ്സിലാക്കിയിട്ടാണ് പിന്നെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ലാത്ത സാധനമാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൺഫ്യൂഷൻ വരും. ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ വലിയ ഇതുണ്ടാവില്ല. പിന്നെ ഇങ്ങനെ കേട്ട് ഇതാകുമ്പോൾ ഏകദേശം ഒരു ഇതാവും. പക്ഷേ ഇത് IT ബാക്ക്ഗ്രൗണ്ട് ആയാലും ഇങ്ങനെ തന്നെയാണ് ഫസ്റ്റ് കേൾക്കുമ്പോൾ. അപ്പോൾ നമ്മൾ CSO ബാക്കിയുള്ളതോ എടുത്തിട്ട് വന്ന് ന്യൂറൽ നെറ്റ്വർക്ക് ഫസ്റ്റ് കേൾക്കുമ്പോഴും തന്നെയായിരിക്കും അവസ്ഥ. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഞാൻ ബയോളജിയിൽ നിന്ന് നേരെ പോയിട്ട് BCA ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനെ ഇരുന്നു, ഒരു ഐഡിയ കിട്ടില്ല. അവർ കോഡ് ചെയ്യും, നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല. BCAക്കോ MCAക്കോ ഇവിടെയോ? മാസ്റ്റേഴ്സിന്
ജാർവിസ് പോലത്തെ ഒരു സാധനമായിരുന്നു. ജാർവിസ് ഇല്ലേ, ജാർവിസ് അയൺമാനത്തെ, അതിൻ്റെ ഒരു അഡ്വാൻസ് ഡ്രസ്സാണ്. അത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു ലൈക്ക് വോയിസ് കൺട്രോൾ, ഫയൽസൊക്കെ ചെക്ക് ചെയ്യുന്ന ചേഞ്ചസ് ഒക്കെ എടുത്തും. പക്ഷേ ഈ റെലുവിൽ ഉണ്ടാവുന്നത് ഒരുപാട് ന്യൂറോൺസ് സീറോ ഔട്ട്പുട്ട് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓൺലി യൂസ്ഫുൾ ന്യൂറോൺസ് റിമെയിൻ ആക്റ്റീവ്, അതായത് പോസിറ്റീവ് വാല്യൂസ് വരുന്നത് മാത്രമാണ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. ദിസ് ഓഫൺ ഇംപ്രൂവ്സ് ലേണിംഗ് എഫിഷ്യൻസി. സോ അവിടെ വാല്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ അതാണ് നെക്സ്റ്റിലേക്ക് പാസ് ചെയ്യുന്നത്. അതാണ് അവിടെ ലേണിംഗ് എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത്. ബെറ്റർ ഗ്രേഡിയൻറ്റ് ഫ്ലോ. Older activation functions like sigmoid and tanh can produce extremely small gradients for large positive or negative inputs. സോ അതിൽ 0യും 1ഉം മാത്രമേ വരുന്നുള്ളൂ. സോ ഒരു ലാർജ് വാല്യൂസിന് പകരം ഇപ്പോൾ 9 വരേണ്ട അടുത്ത് 1 വന്ന് എങ്ങനെ ഇരിക്കും, അതാണ് അതിൻ്റെ ടോട്ടൽ വെയ്റ്റ്സും പവറും ഒക്കെ കുറയും. അപ്പോൾ പുഷ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതിനുണ്ടാവില്ല. അതാണ് ഈ സിഗ്മോയിഡ് ടാനച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെയൊക്കെ ഇഷ്യൂ. പക്ഷേ ഔട്ട്പുട്ടിൽ വരുമ്പോൾ അത് തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഔട്ട്പുട്ട് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ട്രെയിനിങ് സ്ലോസ് ഡ്രമാറ്റിക്കലി. റെലു മെയിൻറ്റെയിൻസ് എ ഗ്രേഡിയൻറ്റ്. സോ ഈ റെലു ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈ വാല്യൂസ് വരുന്നില്ലേ ലേണിംഗ് റേറ്റിലൊക്കെ. അപ്പോൾ നമുക്ക് ഹൈ ലേണിംഗ് റേറ്റും യൂസ് ചെയ്യണം, സ്ലോ ലേണിംഗ് റേറ്റും യൂസ് ചെയ്യണം. അപ്പോൾ 9 വരേണ്ട അടുത്ത് ഈ ഒരു 1 മാത്രം വരിക എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആ സ്റ്റെപ്പ് സൈസ് അത്രയും കുറയില്ലേ? അതാണ് ലേണിംഗ് റേറ്റിൻ്റെ ഡിഫറൻസ്. സോ അപ്പോൾ ആക്ടിവേഷൻ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു 9 പാസ് ചെയ്യേണ്ട ടൈമിൽ ഇത് ഓരോ സ്റ്റെപ്പൊക്കെ പാസ് ചെയ്യുള്ളൂ. അതാണ് കണക്ഷൻ. ആൻഡ് റെലു മെയിൻറ്റെയിൻസ് എ ഗ്രേഡിയൻറ്റ് ഓഫ് 1 for പോസിറ്റീവ് ഇൻപുട്സ്, allowing gradients to flow more effectively through the network. This is one reason ReLU become the default activation function for hidden layers. ഇതാണ് അത് പാസ് ചെയ്യാൻ കാരണം. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇൻപുട്ട് ലെയറിൽ 51 ന്യൂറോൺസ്, 1 ന്യൂറോൺ പെർ പ്രോസസ്ഡ് ഫീച്ചർ. ദെൻ ഹിഡൻ ലെയർ 1ൽ 32 ന്യൂറോൺസ്. ഗുഡ് ബാലൻസ് ബിറ്റ്വീൻ കപ്പാസിറ്റി ആൻഡ് എഫിഷ്യൻസി, നേരത്തെ പറഞ്ഞ കാര്യം. ദെൻ ഹിഡൻ ലെയർ 2 16 ന്യൂറോൺസ്, ഗ്രാജുവൽ ഫീച്ചർ കംപ്രഷൻ. ഹിഡൻ ആക്ടിവേഷൻ എന്ന് പറയുന്നത് റെലു, ഫാസ്റ്റ് എഫിഷ്യൻറ്റ് സപ്പോർട്ട് ഡീപ്പ് ലേണിംഗ്. ഈ റെലുവിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് വന്നില്ലേ, വാല്യൂസിൻ്റെ ഡിഫറൻസുകൾ. പോസിറ്റീവ് നെഗറ്റീവ് വന്നാലും 0 ആക്കും. പിന്നെ ഹൈ വാല്യൂസ് വരേണ്ടടുത്ത് ഹൈ വാല്യൂസ് കൊടുക്കും. പിന്നെ ഔട്ട്പുട്ട് ലെയറിൽ നമുക്കെപ്പോഴും എന്താണോ ഔട്ട് അതിനനുസരിച്ചിട്ട് ന്യൂറോൺസ് ചൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആക്ടിവേഷൻ ഫങ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ബൈനറി ക്ലാസിഫിക്കേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് 1 ന്യൂറോണെ ചൂസ് ചെയ്തിട്ടുള്ളൂ. ആക്ടിവേഷൻ ഫങ്ഷൻ മേ ബി സിഗ്മോയിഡ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റിലാണ് ഈ സീക്വൻഷ്യലി ഡെൻസ് കേർണൽ ഇനിഷ്യലൈസർ എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ് അവർ ഫസ്റ്റ് ന്യൂറൽ നെറ്റ്വർക്ക്. സോ ഇതിനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, ഇത് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യണമല്ലേ. എച്ച് നോർമൽ ആൻഡ് ഷേപ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല. സോ മോഡൽ എച്ച് നോർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനീഷ്യലൈസേഷനാണ് വെയ്റ്റ്സ്. ഇൻപുട്ടിൻ്റെ കൂടെ വെയ്റ്റ് ഇനിഷ്യലൈസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെതാണ് എച്ച് നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ടെൻസർഫ്ലോ സിംപ്ലി ക്രിയേറ്റ്സ് ദ കമ്പ്യൂട്ടേഷണൽ ഗ്രാഫ് ഇൻ മെമ്മറി. ഇവിടെ ഒന്നും പ്രിൻറ്റ് ചെയ്യിക്കുന്നില്ല. ഈ മോഡൽ ഇപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ മോഡൽ സീക്വൻഷ്യൽ ഡെൻസ് ഇത്രയും പാസ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു ഔട്ട് വരെയുള്ളത് പാസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നും പ്രിൻറ്റ് ചെയ്യിക്കുന്നില്ല. മോഡൽ നമ്മളവിടെ റാൻഡം ഫോറസ്റ്റ് ക്ലാസിഫയർ എന്ന് പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യില്ലേ, പാരാമീറ്റേഴ്സും കൊടുത്തിട്ട്, അതേപോലെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 3 ലെയർ ഇങ്ങനെ ക്രിയേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ലേ, അതൊരു എക്സ്പാൻഡ് ചെയ്യാനുള്ളത് കാണിച്ചു. അതേപോലെ ഇവിടെയും ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ.
സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് എവറി ലൈൻ മോഡൽ ഈക്വൽ ടു സീക്വൻഷ്യൽ. എന്തുകൊണ്ടാണ് സീക്വൻഷ്യൽ യൂസ് ചെയ്യുന്നത്? ഇൻപുട്ട് ഹിഡൻ ലെയർ 1, ഹിഡൻ ലെയർ 2, ഔട്ട്പുട്ട്. ഇൻഫർമേഷൻ ഫ്ലോസ് ഇൻ ഓൺലി വൺ direction. ഈച്ച് ലെയർ ഹാസ് എക്സാക്ട്ലി വൺ പ്രീവിയസ് ലെയർ ആൻഡ് വൺ നെക്സ്റ്റ് ലെയർ. സോ ഇവിടെ ഒരു ആർക്കിടെക്ചറിനനുസരിച്ചിട്ടാണ് അവിടെ സീക്വൻഷ്യൽ ചൂസ് ചെയ്യുന്നത്. ആദ്യത്തെ നിന്ന് രണ്ടാമത്തേക്ക് ഫ്ലോ ചെയ്യുന്നു, മൂന്നാമത്തേക്ക് ഫ്ലോ ചെയ്യുന്നു, ഔട്ട്പുട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്നു. സോ സീക്വൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 1 ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ സീക്വൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്. ഈച്ച് ലെയർ ഹാസ് എക്സാക്ട്ലി വൺ പ്രീവിയസ് ലെയർ ആൻഡ് വൺ നെക്സ്റ്റ് ലെയർ. ദിസ് ഇസ് കോൾഡ് ഫീഡ് ഫോർവേഡ് ന്യൂറൽ നെറ്റ്വർക്ക്. ഇവിടെ ബാക്ക് പ്രൊപ്പഗേഷൻ ഇല്ല, ഫീഡ് ഫോർവേഡ് മാത്രമേ ആദ്യം ഡിഫൈൻ ചെയ്യുന്നുള്ളൂ. സോ ദ സീക്വൻഷ്യൽ എപി ഈസ് സ്പെസിഫിക്കലി ഡിസൈൻഡ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ആർക്കിടെക്ചർ. ഇതിൽ ഉള്ള ഒരു മെത്തേഡാണ് സീക്വൻഷ്യൽ എന്ന് പറയുന്നത്, സീക്വൻഷ്യൽ എപി എന്ന് പറയും. സോ വെൻ ഷുഡ് നോട്ട് യൂസ് സീക്വൻഷ്യൽ. ഇപ്പോൾ ഒരു ഇമേജിലാണെന്നുണ്ടെങ്കിൽ അവിടെ CNN ഉണ്ട്, അതിൻ്റെ മെറ്റാഡാറ്റയും വരുന്നുണ്ട്. സോ അതിൽ ഒരു ലെയറിൽ നിന്ന് അടുത്ത ലെയറിലേക്ക് അങ്ങനെയല്ല കണക്ഷൻ വരുന്നത്. ഇവിടെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്തിട്ട് തന്നെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള ടൈമിൽ നൗ ദർ ആർ മൾട്ടിപ്പിൾ ഇൻപുട്സ്. ഓരോന്നിലേക്കല്ല പോകുന്നത്, മൾട്ടിപ്പിൾ ഇൻപുട്സ് ഉണ്ട്. സീക്വൻഷ്യൽ കനോട്ട് റെപ്രസെൻറ്റ് ദിസ് ആർക്കിടെക്ചർ. ഇൻസ്റ്റഡ് വി യൂസ് ടെൻസർഫ്ലോസ് ഫങ്ഷണൽ API. അവിടെ സീക്വൻഷ്യലിന് പകരം ഫങ്ഷണൽ എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്യുക. ഫുള്ളി ഫങ്ഷണൽ എന്ന് പറഞ്ഞിട്ട് FC1 എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ, നേരത്തെ ഒരു കോഡ് കാണിച്ചു തന്നില്ലേ, FC1. And use sequential when layers are arranged one after another. ഓരോന്നിൻ്റെ കഴിഞ്ഞ് അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലാണ് സീക്വൻഷ്യൽ യൂസ് ചെയ്യുന്നത്. യൂസ് ദ ഫങ്ഷൻ API when the architecture becomes more complex. CNN-ലൊക്കെ. ആൻഡ് ഫസ്റ്റ് ഡെൻസ് ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിംഗിൾ ലൈൻ ഡിഫൈൻസ് അവർ ഫസ്റ്റ് ഹിഡൻ ലെയർ. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് പാരാമീറ്റർ. യൂണിറ്റ്സ് 32. ഇതാണ് ന്യൂറോൺസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഇത് പറഞ്ഞാണ് എക്സാക്ട്ലി 32 ഇൻസ്റ്റെഡ് ഓഫ് ദീസ് ചൂസ് ആൻഡ് ചൂസ് ബെസ്റ്റ് പെർഫോമിംഗ് മോഡ്. സോ ഇതിൽ ലേറ്റർ വി ക്യാൻ കമ്പയർ 16 neurons 32 ആൻഡ് ആ ഒരു ചേഞ്ചസ് കമ്പയർ ചെയ്യാൻ പറ്റും ട്യൂണിങ്ങിൽ. ആൻഡ് പാരാമീറ്റർ 2 എന്ന് പറയുന്നത് ആക്ടിവേഷൻ റെയിലു എന്ന് പറഞ്ഞിട്ടുണ്ട്. നോൺ ലീനിയാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തത്. ആൻഡ് വെയ്റ്റഡ് സം. സോ ഇവിടെ നിന്ന് ഇൻപുട്ടിൽ നിന്ന് ഈ ന്യൂറോൺസ് വർക്ക് ചെയ്തിട്ട് ഒരു വെയ്റ്റഡ് സം ക്രിയേറ്റ് ചെയ്യുമല്ലോ. സിഗ്മ f(x) എന്ന് പറഞ്ഞിട്ട് x1 ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നില്ലേ, x1 w1 അപ് ടു xn wn പ്ലസ് ബയാസ്, അതിവിടെ ക്രിയേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ ചൂസ് ചെയ്യാം. കാരണം അതിൻ്റെ സമ്മെന്നാണ് എന്താണ് അടുത്തയിലേക്ക് പാസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആക്ടിവേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ചൂസ് ചെയ്യുന്നത് അടുത്ത ലെയറിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഈ വെയ്റ്റഡ് സമ്മാണ് അടുത്തയിലേക്ക് പാസ് ചെയ്യുന്നത്, ആക്ടിവേഷൻ ഫംഗ്ഷൻ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ. സോ എന്താണോ ക്രിയേറ്റ് ചെയ്തത് അത് മാത്രമേ അപ്പുറത്തേക്ക് പോകുള്ളൂ, ആക്ടിവേഷൻ ഫംഗ്ഷൻ അവിടെ ഇല്ല എന്ന്. സോ z ഈക്വൽ ടു w1 x1 പ്ലസ് b, xn വരെ ഉള്ളത് പ്ലസ് ബി. ഔട്ട്പുട്ട് റെയിലു ഓഫ് സി ആണ് ഔട്ട്പുട്ടായിട്ട് ഓരോ ലെയറിന് പോകുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കണതാണ്. z ഈക്വൽ ടു w1 x1 w1 പ്ലസ് x2 w2 അപ് ടു xn wn പ്ലസ് ബയാസ്. സോ സപ്പോസ് വെയ്റ്റഡ് സം ഈസ് ഈക്വൽ ടു -6 ആഫ്റ്റർ റെയിലു, അത് 0 ആയി പോകും. ആൻഡ് വെയ്റ്റഡ് സമ്മ് 9 ആണെന്നുണ്ടെങ്കിൽ വെയ്റ്റഡ് സമ്മ് റെയിലുവിൽ 9 തന്നെയാണ് വരിക. ആൻഡ് കാൽക്കുലേറ്റ് വെയ്റ്റഡ് സം, ആഡ് ബയാസ്, അപ്ലൈ റെയിലു, സെൻഡ് റിസൾട്ട് ടു ദ നെക്സ്റ്റ് ലെയർ. പാരാമീറ്റർ 3 HC നോർമൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ കേർണൽ ഇനീഷ്യലൈസർ. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഓവർലുക്ഡ് ടോപ്പിക്സ് ബൈ ബിഗിനേഴ്സ് at interviews. What is a kernel? Inside every neuron are weights. Initially the network has learned nothing. So TensorFlow must assign initial values. സോ അവിടെ അസൈൻ ചെയ്യുന്നത് വെയ്റ്റ് 1 എന്താണ് കൊടുക്കേണ്ടത്, x1 w1ൽ w ഇല്ലേ, രാവിലെ പറഞ്ഞു തന്നത്. x1 എന്നുള്ളത് 100 കൊടുക്കാൻ നിൽക്കുക. ഇവിടെ വെയ്റ്റ് 1 കൂടി പാസ് ചെയ്യണം. x2 എന്നുള്ളത് 110, വെയ്റ്റ് 2 പാസ് ചെയ്യണം. റാൻഡം അസൈൻ ചെയ്യുന്നു, അതാണ് ഇവിടെ കൊടുക്കുന്നത്. ടെൻസർഫ്ലോ ഫിൽ ദിസ് യൂസിങ് ആൻ ഇനീഷ്യലൈസേഷൻ സ്ട്രാറ്റജി. സോ വൈ നോട്ട് ഇനീഷ്യലൈസ് എവറിത്തിങ് ടു 0? എല്ലാം കൂടി ഇനീഷ്യലൈസ് 0 തന്നെയാണെന്നുണ്ടെങ്കിൽ ഔട്ട്സ് എല്ലാത്തിനും സെയിം തന്നെ ആയിരിക്കും.
അപ്പോൾ 100 ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ 100 ഫീച്ചേഴ്സ് അടുത്തതിൽ സെയിം ആയിട്ടായിരിക്കും ഔട്ട് ചെയ്യുക, എല്ലാം 0 ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അതുകൊണ്ടാണ് റാൻഡം ഇനിഷ്യലൈസേഷൻ അവിടെ ആക്കുന്നത്. എവറി ന്യൂറോൺ പ്രൊഡ്യൂസസ് എക്സാക്ട്ലി ദ സെയിം ഔട്ട്പുട്ട്. ഡ്യൂറിങ് ബാക്ക് പ്രൊപ്പഗേഷൻ ദേ ആൾസോ റിസീവ് ഐഡൻറ്റിക്കൽ gradients. All neurons continue learning exactly the same thing. Instead of 32 different neurons, we effectively have only one repeated 32 times. എല്ലാത്തിനും 0 കൊടുക്കുകയാണെങ്കിൽ വരുന്ന അതാണ്. ഇതിൽ എല്ലാം 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 100 × 0 ഇതല്ലേ വരിക. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് റാൻഡമായിട്ട് 0.10 0.20 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വാല്യൂസ് കൊടുക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ട് കിട്ടാൻ. ദ നെറ്റ്വർക്ക് കനോട്ട് ലേൺ ഡൈവേഴ്സ് റെപ്രസെൻറ്റേഷൻസ്, വെയ്റ്റ്സ് ഡിഫറെൻ്റ് ആയിട്ടില്ല. അപ്പോൾ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിറ്റ് കൊടുക്കുന്നത് ഫീച്ചർ ഇമ്പോർട്ടൻസ് കാണാനാണ്. പക്ഷെ ഇതിൽ എല്ലാത്തിനും 0 വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും ഇമ്പോർട്ടൻ്റ് അല്ല, അതാണ് ഡിഫറൻസ്. ദിസ് പ്രോബ്ലം ഈസ് കോൾഡ് സിമ്മെട്രി. മേ ബി ഡീപ്പായിട്ടുള്ള ഇൻ്റർവ്യൂസിൽ ചിലപ്പോൾ ചോദിക്കുന്നതാണ് സിമ്മെട്രി. അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ ആ ഇക്വേഷൻ ചോദിക്കാറുണ്ട് കേട്ടോ. ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷൻ ചോദിക്കാറുണ്ട്. റാൻഡം ഇനിഷ്യലൈസേഷൻ ബ്രേക്സ് ദിസ് സിമ്മെട്രി. ആൻഡ് വൈ എച്ച് ഇനിഷ്യലൈസേഷൻ ഡിഫറെൻറ്റ് ആക്ടിവേഷൻ ഫങ്ഷൻസ് വർക്ക്സ് ബെറ്റർ വിത്ത് ഡിഫറെൻറ്റ് ഇനിഷ്യലൈസേഷൻ മെത്തേഡ്സ്. Since we are using ReLU, we choose kernel initializer HE normal. So without suitable initializer, activation functions can gradually become very large or very small. Initialization illengil and making optimization more difficult. ഇപ്പോൾ ഇതിന് പകരം ഇവിടെ 0.10 പകരം 500 ആണ് എടുക്കണമെങ്കിൽ എന്താ ഉണ്ടാവുക? 100 × 500 ആണ് വരിക വാല്യൂ. ഇൻറ്റു അല്ലേ ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ചെയ്യണത്. x1 w1 എന്നാണ് പറയുന്നത്. സോ x1 എന്ന് പറയുന്നത് 100, w1 എന്ന് പറയുന്നത് 500. സോ റാൻഡം പ്രോപ്പർ വാല്യൂസ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ ഭയങ്കര ലാർജ് ആവും. ഓക്കെ, ചിലപ്പോൾ ഭയങ്കര സ്മോൾ ആവാനും ചാൻസ് ഉണ്ട് റാൻഡമായിട്ട് അങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഇത് ഒരു ഇനിഷ്യലൈസർ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ആ ഡിഫറൻസ് ഉണ്ട്. മേക്കിംഗ് ഒപ്റ്റിമൈസേഷൻ മോർ ഡിഫിക്കൽട്ട്. അതേപോലെ ഈ വാല്യൂസ് കൂടുമ്പോൾ എററും അതിനനുസരിച്ചിട്ട് കൂടുമല്ലോ. അതാണ് ഒരു ട്രെയിൻഡ് ഇനിഷ്യലൈസർ അവിടെ യൂസ് ചെയ്യുന്നത്. HE initialization was specifically developed for ReLU based networks and this is the standard recommendation. ReLUവിൻ്റെ കൂടെ കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യാനാണ് HE യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാരാമീറ്റർ ഫോർ ഇൻപുട്ട് ഷേപ്പ് എക്സ്ട്രെയിൻ ഷേപ്പ് 1. ഇത് ഇത്രേ ഉള്ളൂ. ഈ ഒരു റോസും കോളംസും ഉണ്ടാവുമല്ലോ, അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ഷേപ്പ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? കോളംസിൻ്റെത്. ഫസ്റ്റത്തെ റോസിൻ്റെ അത് ഈ 36,168, രണ്ടാമത്തെ കോളംസിൻ്റെ. സോ 51 ഫീച്ചേഴ്സ് ഉണ്ട്. ദ ഫസ്റ്റ് ഹിഡൻ ലെയർ നീഡ്സ് ടു നോ ഹൗ മെനി വാല്യൂസ് ഈച്ച് കസ്റ്റമർ പ്രൊവൈഡ്സ്. സോ അതുകൊണ്ടാണ് അവിടെ കസ്റ്റമർ ഓഫ് എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് ഓഫ് 1 എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നത്. കത്തിയില്ല. ഇൻപുട്ട് ഷേപ്പ് DF ഡോട്ട് ഷേപ്പ്, അതിലെന്താ വരിക? എത്ര റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്. അപ്പോൾ എക്സ്ട്രെയിൻ എന്ന് പറയുമ്പോഴും റോസും കോളംസും അവിടെ വരുന്നുണ്ട്. അപ്പോൾ എക്സ്ട്രെയിൻ ഡോട്ട് ഷേപ്പ് എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? ഷേപ്പ് ഓഫ് 1 ഇൻഡെക്സ് ആണ് പാസ് ചെയ്യുന്നത്. കോളത്തിൻ്റെ എത്ര ഉണ്ടെന്ന്, എത്ര ഫീച്ചേഴ്സ് അടുത്തേക്ക് പാസ് ചെയ്യുന്നതെന്ന് മാത്രമേ അതിനറിയണ്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രിപ്പിളിൻ്റെ കേസ് 45,000 റോസ് ഉണ്ടെന്ന് വെച്ചോ. 45,000 17 കോളംസ് ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ എക്സ്ട്രെയിൻ എടുക്കുക എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 80% വരുന്നത് എത്ര വരും? ഒരു 28,000 ഉണ്ടെന്ന് വെച്ചോ. 28,000 17 വില വരിക. അപ്പോൾ ഇതിൽ ഇൻഡെക്സ് കൊടുക്കുമ്പോൾ ഇതാണ് 0, ഇതാണ് 1. അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് എത്ര ഫീച്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ടെന്ന് ഇതിനറിയണം. അപ്പോൾ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ വരിക? റോസ് അല്ല, കോളംസ് ആണ് വരിക. ഓക്കെ, അത് 17 പാസ് ചെയ്യണമെങ്കിൽ 1 ഇൻഡെക്സ് ഓഫ് 1 എടുത്ത് നോക്കിയാൽ മതി. ഓക്കെണോ? അതാണ് ഇവിടെ 36,168 51-ന് ആൻഡ് 51-ന് ഇൻഡെക്സ് 1 കൊടുത്തിട്ട് കോൾ ചെയ്യണം. ഓക്കെ,
This means 51 features. The first hidden layer needs to know how many values each customer provides. ഈ സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത് കുഴപ്പമില്ല. ഓക്കെ, ഇൻപുട്ട് ഷേപ്പ് 51. ചാറ്റ് ഞാൻ അയച്ചുതരാം, അത് കുറച്ച് ഡീറ്റെയിൽ ആവും, വായിച്ചു ഒക്കെ ഇടയ്ക്ക്. ആൻഡ് സെക്കൻഡ് ഹിഡൻ ലെയർ ഇതിലും അതേപോലെ തന്നെ നോട്ടീസ് വി ഡിഡ് നോട്ട് സ്പെസിഫൈ ഇൻപുട്ട് ഷേപ്പ് എഗെയിൻ. സോ ഇതിൽ നമ്മൾ ഇൻപുട്ട് ഷേപ്പ് എഗെയിൻ കൊടുക്കുന്നില്ല. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ എവിടെ ഇൻപുട്ട് ഷേപ്പ് 51, കാരണം ഈ 51 ആണ് അടുത്തേലും പാസ് ചെയ്യണമെന്ന് അതിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. ഒരു ഹിഡൻ ലെയറിനാണ് ആ ഇൻഫർമേഷൻ വരുന്നത്. സോ 51 ഫീച്ചേഴ്സ് തന്നെയാണ് രണ്ടാമത്തെ ഹിഡൻ ലെയറിലേക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻപുട്ട് ഷേപ്പ് മാത്രം ഒഴിവാക്കിയത്. ഓക്കെ, നോട്ടീസ് ദാറ്റ് വി ഡിഡ് നോട്ട് സ്പെസിഫൈ ഇൻപുട്ട് ഷേപ്പ് അഗൈൻ. ഇവിടെ കൊടുത്തിട്ടില്ല, അതാണ് ബിക്കോസ് ടെൻസർഫ്ലോ ഓൾറെഡി നോസ് ദ പ്രീവിയസ് ലെയർ ഹാസ് 32 ഔട്ട്പുട്ട്സ്. ദോസ് 32 ഔട്ട്പുട്ട്സ് ഓട്ടോമാറ്റിക്കലി ബിക്കം ദ ഇൻപുട്ട്സ് ഫോർ ദിസ് ലെയർ. സോ 32 ഔട്ട്പുട്ട് 32 ന്യൂറോൺസ് സെലക്ട് ചെയ്തില്ലേ. സോ 51 32ആയി. 32 ആ 32 ഇങ്ങോട്ട് പാസ് ചെയ്യണമെന്ന് അതിനറിയാം. അതുകൊണ്ട് അത് ഒഴിവാക്കിയെന്നുള്ളൂ. ദെൻ 51 ഫീച്ചേഴ്സ് 32 ന്യൂറോൺസ് കംപ്രസ് ചെയ്യുന്നതുകൊണ്ട് 16 ന്യൂറോൺസ്. TensorFlow connects these layers automatically. Dense, unit 1, activation, sigmoid. ലാസ്റ്റത്തെ ഔട്ട്പുട്ട് ലെയർ ഡെൻസ് ലെയർ ആണ്. യൂണിറ്റ്സ് 1 എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂറോണേ ഉള്ളൂ. ആൻഡ് ആക്ടിവേഷൻ സിഗ്മോയിഡ് എന്ന് പറഞ്ഞിട്ട് പാസ്. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെയർ ബിക്കോസ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ ഫൈനൽ പ്രഡിക്ഷൻ. ആൻഡ് വൈ 1 ന്യൂറോൺ? 1 ടാർഗറ്റ് വേരിയബിൾ ഹാസ് ഓൺലി 2 പോസിബിൾ ക്ലാസ്സസ്, യെസ് ഓർ നോ. ആ ഒരു ന്യൂറോണിന് ഏതെങ്കിലും ഒരു ക്ലാസ്സേ പ്രൊഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് എസ് ഓർ നോ മാത്രം വരുന്നതുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം. ബൈനറി ക്ലാസിഫിക്കേഷൻ റിക്വയർസ് ഓൺലി എ സിംഗിൾ പ്രോബബിലിറ്റി. ഫോർ എക്സാമ്പിൾ ഔട്ട്പുട്ട് 0.91 എന്ന് വെച്ചാൽ 91% എന്നാണ് മീനിങ്. 91% പ്രോബബിലിറ്റി കസ്റ്റമർ വിൽ സബ്സ്ക്രൈബ്. അതിൽ യെസ് ഓർ നോ മാത്രമാണ് വരുന്നത്. ഔട്ട് ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നു, അത് കൺവേർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിൽ യെസ് ഓർ നോ മാത്രമാണ് വരുന്നത്. സോ ഇപ്പോൾ 91% പ്രോബബിലിറ്റിയിൽ യെസ് എന്നുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ 91% അയാൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഔട്ട്പുട്ട് 0.07 ആണെന്നുണ്ടെങ്കിൽ 7% പ്രോബബിലിറ്റി ഉള്ളൂ. സോ ഈ ഇതിന് തന്നെ കോൺഫിഡൻസ് വരാം. കസ്റ്റമർ ഈസ് അൺലൈക്ലി ടു സബ്സ്ക്രൈബ്. ഓക്കെ, സോ സബ്സ്ക്രൈബ് എന്നുള്ളതിന് തന്നെ ലോ കോൺഫിഡൻസും വരാം, ഹൈ കോൺഫിഡൻസും വരാം. നമുക്ക് മറ്റേതിൽ ക്ലാസിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഏത് കാറ്റഗറി ആണെന്ന് മാത്രം പ്രൊഡിക്റ്റ് ചെയ്താൽ മതിയായിരുന്നു ML. പക്ഷെ ഇവിടെ ഇത് പാസ് ചെയ്യുന്നത് എത്ര ഒരു കോൺഫിഡൻസും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് വൈ സിഗ്മോയിഡ്? ദ ഔട്ട്പുട്ട് ലെയർ ഷുഡ് പ്രൊഡ്യൂസ് വാല്യൂസ് ദാറ്റ് ആർ ഈസി ടു ഇൻ്റർപ്രറ്റ് ആസ് പ്രോബബിലിറ്റീസ്. ദ സിഗ്മോയിഡ് ആക്ടിവേഷൻ ട്രാൻസ്ഫോംസ് എനി റിയൽ നമ്പർ ഇൻ ടു വാല്യൂ ബിറ്റ്വീൻ 0 and 1. ഇപ്പോൾ റോ ഔട്ട്പുട്ട് അതെന്ന് വരുന്നത് -8 ആണെന്ന് വിചാരിക്കുക. നമുക്ക് ഔട്ട് വരുമല്ലോ റെലു യൂസ് ചെയ്തിട്ട്. അതിൽ -8 ആണ് വരുന്നതെങ്കിൽ സിഗ്മോയിഡിൻ്റെ ഔട്ട്പുട്ട് ഏകദേശം ഭയങ്കര ലോ ആയിരിക്കും. -2 ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്, കാരണം അതിൻ്റെ ഒരു ഡിഫറൻസ് കുറഞ്ഞല്ലോ. അപ്പോൾ -8ഉം -2ഉം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ -2 കുറച്ചുകൂടിയും ബെറ്റർ ആണ്. അപ്പോൾ എറർ റേറ്റ് കുറഞ്ഞു, സോ കുറച്ചുകൂടി ഹൈ ആയി. അതിൻ്റെ 8 വരുമ്പോൾ ഹൈലി കോൺഫിഡൻ്റ് ആണ്. 1ലാണ് നോക്കുക. അപ്പോൾ 8 എന്ന് പറയുമ്പോൾ ഹൈലി കോൺഫിഡൻ്റ് ആണ്. സോ 0.99 99% എന്നുള്ളതാണ് മീനിങ്. ഈ വലിയ വാല്യൂസ് വരുമ്പോൾ സിഗ്മോയിഡിൽ വരുന്നത് ഹൈലി പ്രോബബിൾ ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും. ചെറിയ വാല്യൂസ് വരിക എന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഈ വെയ്റ്റിൻ്റെ എറേഴ്സ് ചെക്ക് ചെയ്യുക. ഓക്കെ, കോൺഫിഡൻ്റ് ആണോ അല്ലയോ നോക്കിയിട്ടാണ്. ഫൈനലിലാണോ ഈ ഒരു ഔട്ട്പുട്ട് വരുന്നത്. ഔട്ട്പുട്ട് വരുമ്പോൾ ഹൈലി കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ മൈനസ് വാല്യൂസ് ആണ് വരുന്നത്, ലോ കോൺഫിഡൻസ് ആണ്. അപ്പോൾ ചിലപ്പോൾ ചെക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അതിലും താഴെ ആണെന്നുണ്ടെങ്കിൽ എററാണ് വരുന്നത്, വെയ്റ്റ്സ് ടോട്ടലി വാനിഷ് ആയിട്ടുണ്ട്. 0 ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആദ്യം പാസ് ചെയ്ത സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല. This allows us to interpret the output directly as the model estimated probability of the positive class. Hidden layer 1 32 ReLU and HE learns which rich non-linear features while maintaining stable activation. Layer 2 16 ReLU
പ്ലസ് എച്ച് ഇനിഷ്യലൈസേഷൻ. ഇപ്പോൾ റെലു വരികയാണെന്നുണ്ടെങ്കിൽ എച്ച് ഡീഫോൾട്ടായിട്ട് യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ. ആൻഡ് റിഫൈൻസ് ആൻഡ് കംപ്രസസ് ലേൺഡ് റെപ്രസെൻറ്റേഷൻസ്. ഔട്ട്പുട്ട് ലെയറിൽ 1 സിഗ്മോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസസ് എ പ്രോബബിലിറ്റി ഓഫ് ബൈനറി ക്ലാസിഫിക്കേഷൻ. ആൻഡ് കമ്പൈലിംഗ് ദ ന്യൂറൽ നെറ്റ്വർക്ക് അടുത്തൊരു സ്റ്റെപ്പാണ്. ഈ ഒരു 2 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതുവരെയുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നോർമലി നമ്മൾ ചെയ്ത കുറേയൊക്കെ തന്നെ ആയിരിക്കും, ചെറിയ ഡിഫറൻസസ് ഉണ്ടാകുന്നുള്ളൂ. കമ്പൈൽ ദ മോഡൽ. ബിൽഡിംഗ് ദ ആർക്കിടെക്ചർ ഈസ് ഓൺലി ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അറ്റ് ദിസ് പോയിന്റ് ടെൻസർഫ്ലോ നോസ് ഹൗ മെനി ലെയേഴ്സ് എക്സിസ്റ്റ്. പൈടോർച്ചിൻ്റെ ഇതിൻ്റെ കോഡ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്ത് അതിൽ വെച്ചിരിക്കുന്നത് പൈടോർച്ചും ഇപ്പോൾ പറയുന്നത് ടെൻസർഫ്ലോ ആണ്. ഇത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ഇതാണ്. പൈടോർച്ച് കുറച്ച് ഹെവിയാണ്, എന്നാലും ബെറ്ററാണ്. സോ അതുകൊണ്ടാണ് അതിൽ ആ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ഡിഫറൻസ് ഉള്ളത്. രണ്ടും നോക്കുകയാണെങ്കിൽ നല്ലതാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ടെൻസർഫ്ലോ നോസ് ഹൗ മെനി ലെയേഴ്സ് എക്സിസ്റ്റ്, ഹൗ മെനി ന്യൂറോൺസ് ഈച്ച് ലെയർ കണ്ടെയ്ൻസ്, വിച്ച് ആക്ടിവേഷൻ ഫംഗ്ഷൻ ടു യൂസ്, ബട്ട് ഇറ്റ് ഡസ് നോട്ട് നോ ഹൗ ദ നെറ്റ്വർക്ക് ഷുഡ് ലേൺ. സോ ഇതെല്ലാം സ്പെസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ട് എങ്ങനെയാണ് ആ ഒരു നെറ്റ്വർക്ക് ലേൺ ചെയ്യുന്നതെന്ന് ഐഡിയ ഉണ്ടാവുക. ദാറ്റ് ഈസ് പർപ്പസ് ഓഫ് മോഡൽ കമ്പൈലേഷൻ. കമ്പൈൽ ദ മോഡൽ, മോഡൽ ഡോട്ട് കമ്പൈൽ. ഇതിലാണ് നമ്മൾ ആ ഒരു കറക്റ്റ് ചെയ്യുന്നത്. ആൻഡ് മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് അക്യുറസി യൂസ് ചെയ്യുന്ന ആ ഒരു സംഭവം. സോ മോഡൽ ഡോട്ട് കമ്പൈൽ ഒപ്റ്റിമൈസർ പറഞ്ഞായിരുന്നില്ലേ, ആ റേറ്റ് കൺട്രോൾ ചെയ്തിട്ട് സ്റ്റെപ്പ് സൈസൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒപ്റ്റിമൈസറാണ്. ആഡം, RMS പ്രോപ്പ്, SGD എന്നൊക്കെ പറഞ്ഞിട്ട്. ലോസ്, ബൈനറി ക്രോസ് എൻട്രോപ്പി, എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്, നത്തിങ് ഈസ് പ്രിൻറ്റഡ്. ടെൻസർഫ്ലോ പ്രിപ്പയർസ് ദ neural network for training. What does actually compile do? Like you have assembled engine, wheels and steering, but before driving you still need to configure fuel type, transmission, navigation. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഫ്ലോ എങ്ങനെയാണെന്നും കൂടി സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാലേ ഇത് ടോട്ടലി വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഡാറ്റ ഫ്ലോ എങ്ങനെയാണ് ഫ്ലോ ചെയ്യേണ്ടത്, ബാക്ക്വേർഡ് എങ്ങനെയാണ് വരേണ്ടത്, അത്രയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ ആ ഒരു മോഡലിൻ്റെ ജസ്റ്റ് എല്ലാം ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അതിൽ ഫ്ലോ ഡിഫൈൻ ചെയ്തിട്ടില്ല. ലെയേഴ്സ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് വെച്ചു പക്കയായിട്ട്, പക്ഷെ ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതാണ് മോഡൽ. ഹൗ ഷുഡ് ഇറ്റ് ലേൺ? ഒപ്റ്റിമൈസർ. ഹൗ ഷുഡ് മിസ്റ്റേക്ക് മസ്റ്റ് ബി മെഷേർഡ്. ആൻഡ് ലോസ് ഫംഗ്ഷൻ. ഹൗ ഷുഡ് പെർഫോമൻസ് ബി ഡിസ്പ്ലേഡ്? മെട്രിക്സ്. സോ പാരാമീറ്റർ 1 ഒപ്റ്റിമൈസർ ആദം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. വാട്ട് ഈസ് ആൻ ഒപ്റ്റിമൈസർ? ആ ന്യൂറൽ നെറ്റ്വർക്ക് ബിഗിൻസ് വിത്ത് റാൻഡം വെയ്റ്റ്സ്. ഈ റാൻഡം വെയ്റ്റ്സ് ഇപ്പോൾ 0.74 ഈ ഒരു 3 എണ്ണമായിട്ട് റാൻഡമായിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. സോ ദീസ് വെയ്റ്റ്സ് ആർ ഓൾമോസ്റ്റ് സർട്ടൻലി റോങ്. ദ ഒപ്റ്റിമൈസേഴ്സ് ജോബ് ഈസ് ടു ഇംപ്രൂവ് ദം ആഫ്റ്റർ എവറി ബാച്ച്. ഇത് ഇമ്പ്രൂവ് ചെയ്യണം. ഇമ്പ്രൂവ് ചെയ്യാനാണ് ഒപ്റ്റിമൈസേഴ്സ് യൂസ് ചെയ്യുന്നത്. കറക്റ്റ് ഡയറക്ഷനിലാണോ, കറക്റ്റ് വാല്യൂസ് ആണോ എടുക്കുന്നത്, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കണം. അതാണ് ഒപ്റ്റിമൈസേഴ്സ് ഓരോ സ്റ്റെപ്പിലും ചെയ്യുന്നത്. ഓക്കെ, തിങ്ക് ഓഫ് ഇറ്റ് ആസ് ദ ലേണിംഗ് അൽഗോരിതം ഓഫ് ദ ന്യൂറൽ നെറ്റ്വർക്ക്. ട്രെയിനിങ് സൈക്കിൾ. ഡ്യൂറിങ് എവറി ഐട്രേഷൻ ദ മോഡൽ പെർഫോമൻസ്, പ്രഡിക്ഷൻ, കാൽക്കുലേറ്റ് എറർ ആൻഡ് ബാക്ക് പ്രൊപ്പഗേഷൻ ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമൈസർ അപ്ഡേറ്റ്സ് വെയ്റ്റ്സ്. ഈ ഒപ്റ്റിമൈസറാണ് ആ വെയ്റ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇനിഷ്യലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഒപ്റ്റിമൈസേഴ്സാണ്. ആൻഡ് ബെറ്റർ പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം 0.68 ആയിരുന്നു അതിൻ്റെ അതെങ്കിൽ അടുത്തതിൽ ഇപ്പോൾ ആദ്യത്തെ വെയിറ്റ് റാൻഡമായിട്ട് കൊടുക്കുമല്ലോ, ഒരു 3 എത്ര എണ്ണമാണോ അതിന് 68% ആണ് വന്നതെന്ന് വയ്ക്കുക. അടുത്തതിൽ ചിലപ്പോൾ 76% ആവും, പിന്നെ 86 സംതിങ്, മേ ബി 98. ഇങ്ങനെ ആയിരിക്കും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നത്. ഫസ്റ്റത്തേൽ തന്നെ കറക്റ്റായിട്ട് വരണം നിർബന്ധമൊന്നുമില്ല. ഇവിടെയും റാൻഡമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഡയറക്ഷനിൽ പോകണം. ഇപ്പോൾ ആദ്യമെന്നുള്ള ടൈപ്പിന് കറക്റ്റ് ഡയറക്ഷൻ അറിയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കപ്പാസിറ്റീസ് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ മൊമെൻ്റോ ഒക്കെ വെച്ചിട്ടാണ് ഈ ആഡം ഈ വെയ്റ്റ്സ് റീസെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒപ്റ്റിമൈസേഴ്സ് ചെയ്യുന്നത്. വിത്തൗട്ട് ആൻ ഒപ്റ്റിമൈസർ ദ വെയ്റ്റ്സ് വുഡ് നെവർ ചേഞ്ച്. സോ റാൻഡം ആണെന്നുണ്ടെങ്കിൽ 68 തന്നെ നിൽക്കില്ലേ, അതാണ് ഡിഫറൻസ്. ദ നെറ്റ്വർക്ക് വുഡ് നെവർ ലേൺ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ ഒരു പ്രൊഡിക്ഷനിൽ നിർത്തും, മെഷീൻ ലേണിംഗ് ചെയ്യുന്ന പോലെ. ആൻഡ് വൈ ആദം ടെൻസർഫ്ലോ സപ്പോർട്ട് മെനി ഒപ്റ്റിമൈസേഴ്സ്, വൈ റീസൺ അഡാപ്റ്റീവ് ലേണിംഗ് റേറ്റ് എന്ന് പറഞ്ഞാണ്.
uses momentum. So reason 2, it uses the momentum. Imagine pushing a heavy cart. Without momentum, you stop at restart and after every push. അപ്പോൾ നമ്മളൊരു വണ്ടിയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് ഒപ്റ്റിമൈസർ ഇല്ലെങ്കിൽ. അതാണ് ഡിഫറൻസ്. ആൻഡ് gradient descent behaves similarly. Reason 3, excellent default choice. Should we always use ADAM? No. Large language models often use ADAM weights. ADAM weights എന്നുള്ളതാണ് LLM മോഡൽസ് യൂസ് ചെയ്യുന്നത്. വിഷൻ മോഡൽസ് SGD പ്ലസ് മൊമെൻ്റം ആണ് ബെറ്റർ പെർഫോമൻസ് കൊടുക്കുന്നത്. അതാണ് ഈ ഒരു മിൻമാക്സ് യൂസ് ചെയ്യണോ സ്റ്റാൻഡേർഡ് യൂസ് ചെയ്യണമെന്ന് ഉള്ള പോലെ ഇത് ചൂസ് ചെയ്യാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ചിലത് ടെക്സ്റ്റിൽ യൂസ് ചെയ്യും, ചിലത് വിഷനിൽ യൂസ് ചെയ്യും. അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടാവും. ആൻഡ് റിസർച്ച് എക്സ്പെരിമെൻറ്റ്സ് മേ കമ്പയർ മൾട്ടിപ്പിൾ ഒപ്റ്റിമൈസേഴ്സ്. കുറേ ഉണ്ടോ തോന്നുന്നുണ്ട്. അന്നൊന്നും കൂടി കഴിഞ്ഞിട്ട് നടത്താം. ഈ ഒരു ഇതിൻ്റെ മാത്രം കഴിഞ്ഞിട്ട് നടത്താം. ബാക്കി പിന്നെ എപ്പോഴും എടുക്കും. ഇത് മാത്രം, ഈ ഒരു ചാറ്റിൻ്റെ മാത്രം. ഇതടാ ഇവിടത്തെ അതിലൊരു വൈറ്റ് കണ്ണില്ലേ? ആ ബൈനറി ക്രോസ് എൻട്രോപ്പി ഇതുവരെ കണ്ടുള്ളൂ. കുറേ ഉണ്ട് ഇവിടെ എവിടെയാണ് അടുത്ത് കൺട്രോപ്പ് എന്ന നാളെ പറഞ്ഞുതരാം. ഇത് കഴിഞ്ഞാൽ ഞാൻ മറ്റേത് മാത്രം എടുക്കുള്ളൂ കേട്ടോ, കാരണം അത് സിമിലർ ആയിരിക്കും. കോഡ് മാത്രം പറഞ്ഞത് RNN-ഉം LSD-യും പിന്നെ ജസ്റ്റ് ഒരു തിയറി പാർട്ട് മാത്രം പറഞ്ഞിട്ട് ഇത് പറഞ്ഞത്. പിന്നെ ഈ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല. പക്ഷേ ഈ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ ഇത് വരും എന്ന് മാത്രമേ പറഞ്ഞു പോകാൻ പറ്റുള്ളൂ. അതാണ് ഡിഫറൻസ്. ഭയങ്കര അതാണ് ഒന്നാമത് ആ ടോപ്പിക് അങ്ങനെയാണ്. പിന്നെ എങ്ങനെ ഇരുന്ന് കേൾക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യിച്ചാൽ മതി. ഇപ്പം അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയണമെന്നറിയോ, 32 എന്തിനു യൂസ് ചെയ്തു, അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അത്രേ പറയാൻ പറ്റുള്ളൂ നമുക്ക്. കാരണം അതിൻ്റെ റീസണും കാര്യങ്ങളും ഒന്നുമില്ല. ഡിഫറൻസ്. ലാപ്പിൻ്റെ ആണോ അതോ ഒപ്പം കിട്ടിയതാണോ? ഗ്രാഫിക്സ് കാർഡില്ലേ? അതെത്രയും ഗ്രാഫിക്സ് കാർഡില്ലേ? ഓഫീസ് വർക്കിനോ? നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ റണ്ണിരിക്കും? അതൊരു GPU ഒക്കെ എൻ്റെ കുറേ റണ്ണാവില്ല. ഉണ്ടാവുമോ? അല്ല സൈഡിൽ എഴുതിയിട്ടുണ്ടോ ഇവിടെ ഇന്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ലേ? അത് ചിപ്പ് അതല്ല. ഏതാ അസൂസോ? അവിടെ ഓപ്പൺ സി എടുത്തത് ഞാൻ അങ്ങനെ നോക്കിയിരിക്കും. കണക്ട് ചെയ്യണം. ഒരു MPS എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട്, അതൊക്കെ കണക്ട് ചെയ്തിട്ട്
ഇതിലൊക്കെ കൊളാബിൽ തന്നെ റൺ ചെയ്യുന്നത്. നാളെ ക്ലാസ് ഉണ്ടാവും ചെയ്യേണ്ടി. യെസ്. നാളെ ചില അതൊക്കെ ആയിട്ടുള്ളതാണ്. ചില രാഗ മീൻസ് പതുക്കെടുത്ത് കണ്ടു. നാളെ ഉച്ച കഴിഞ്ഞിട്ട് എത്ര മണി ഉണ്ടാവും? ഞാൻ ഒരു മണിക്കൂർ എന്തായാലും എടുക്കുള്ളൂ. എടാ എനിക്ക് കണ്ടിന്യൂസ്ലി എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എനിക്കെങ്ങനെ മടുപ്പ് പിടിക്കണമെന്നില്ല. പക്ഷെ അത് ഇരുന്ന് ഉറങ്ങും ഈ സാധനം കേട്ടാ. ഇന്ന് വന്നപ്പോ കോഡ് കൂടി ടൈപ്പ് ചെയ്യാൻ ഉറക്കാം സമയം പോയതായിരുന്നില്ല. ലാപ്പിൽ കോഡൊക്കെ ടൈപ്പ് ചെയ്യണായിരുന്നല്ലോ. ML പിന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പിന്നെ ടൈപ്പ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ ഇത് അതിൻ്റെ ഒപ്പം പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടില്ല. ആ 5 മണിക്കല്ലേ ശരത്ത് സമയം എത്ര? 4 ചാർജ് എത്ര ഉണ്ട്? ഓൺലൈനൊക്കെ എങ്ങനെ അല്ല അവിടെ അടിയിലല്ലേ? ഞാൻ വീട്ടിൽ കൂടാ. ഇങ്ങോട്ട് നിനക്ക് എപ്പോഴാണ് ബസ്? 5 മണിക്ക് പോകും.